ആമേൻ. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 28-29 വാക്യങ്ങൾ. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. നമ്മൾ തുടർമാനമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വേദവാക്യങ്ങളാണിത്. ഇതിന്റെ ഭാഗമാണ് ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു സ്പഷ്ടം. യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ ഈ ഉപവാസത്തിൽ മുഴുവനും നമ്മൾ ഹല്ലേലൂയ മുൻതൂക്കം കൊടുത്ത് വായിച്ചതും ചിന്തിച്ചതും കർത്താവ് പറഞ്ഞ വാക്യങ്ങളാണ്. സ്തോത്രം. ആ ഉപവാസ പ്രാർത്ഥനയുടെ 14-ാം പകൽക്കാലം കർത്താവ് തന്ന ഈ ചിന്തയ്ക്കകത്തേക്ക് നമ്മൾ ഇറങ്ങി ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ചുരുങ്ങിയമായ സമയത്തിൻ്റെ അകത്ത് നമുക്കത് ഹല്ലേലൂയ അവസാനിപ്പിക്കണം. ഇന്നലെ ഹാളിൽ പറഞ്ഞതൊന്നും പറയുന്നില്ല, ഒരു ആശയം മാത്രം പറഞ്ഞ് ഇതിനകത്ത് നിന്ന് ദൈവം തന്ന 1-2 ചിന്തകൾ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരൊക്കെ അവർ പ്രാർത്ഥിച്ചോളണം. ഹല്ലേലൂയ. ദൈവദാസൻ പ്രാർത്ഥിച്ചാലും കൈവച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ മേൽ പകരേണ്ടത് നമ്മൾ ആശിക്കുന്നതുമായ വിടുതലുകൾ ഈ ഉപവാസത്തിൽ സംഭവിക്കണം. ദൈവ നിയോഗങ്ങൾ ഉണ്ടാകണം. നിങ്ങൾക്കും ശുശ്രൂഷിക്കുന്ന എനിക്കും ദൈവത്തിൻ്റെ നിയോഗങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുവാൻ ശക്തമായ പ്രാർത്ഥന നിങ്ങളുടെ മധ്യത്തിലുണ്ടാകണം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റും. അതാണ് നമ്മൾ ആമേൻ ഹല്ലേലൂയ ലാസ്റ്റിലെ പ്രാർത്ഥനയ്ക്കായി ചിന്തിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റും. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ, ഒരു ശുശ്രൂഷ മുമ്പിലേക്ക് പോകണമെങ്കിൽ, ഒന്നുകൂടെ പറയട്ടെ, ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് യഥാർത്ഥമായി നയിക്കണമെങ്കിൽ, ഒരു ശുശ്രൂഷ ജയകരമായി മുമ്പിലേക്ക് പോകണമെങ്കിൽ, ഒരു സഭ യഥാർത്ഥമായി മുമ്പിലേക്ക് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ കഴിയത്തില്ല. സ്തോത്രം. ഈ തിരുവചനത്തിൽ പറയുന്ന ഏത് വിടുതലുകളും, തിരുവചനത്തിൽ പറയുന്ന ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിലും പരിശുദ്ധാത്മാവിനാൽ മാത്രമേ കഴിയത്തുള്ളൂ. അല്ലാതെ പറ്റും എന്ന് പറഞ്ഞാൽ അത് സ്വർഗം അംഗീകരിക്കുന്നതോ സ്വർഗത്തിൽ നിന്ന് വിടുതൽ പ്രദാനം ചെയ്യുന്നതോ ആകണമെന്നില്ല. ആമേൻ. അസാധാരണമായ ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ പരിശുദ്ധാത്മാവിനെ ആമേൻ ആവശ്യമാണ്. യേശു കർത്താവ് പരിശുദ്ധയാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കി. മനുഷ്യർ പറഞ്ഞു ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് പുറത്താക്കുന്നു എന്ന്. അന്നും ഇന്നുമുള്ള ഗതികേടാണത്. എവിടെയൊക്കെയോ പിശാച് ഒരുക്കുന്ന തന്ത്രങ്ങളാണ്. ഒരു അഭിഷേകത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി കൊതിക്കുന്ന നിങ്ങളുടെ ഉള്ളത്തിൽ എവിടെയെങ്കിലും തിരിച്ചറിവില്ലാതെ പറഞ്ഞെങ്കിൽ നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ പറയുന്നവന് വ്യക്തമായ വെളിപ്പാട് വേണം, വിവേചിക്കാൻ പറ്റണം. ഇത് ഭൂതമാണ്, ഇത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് വിവേചിക്കാൻ കഴിയാതെ പുറമേ ഉള്ള പ്രകടനങ്ങൾ കണ്ടേച്ച് നമ്മൾ ഹല്ലേലൂയ ഭൂതമെന്ന് വിധിക്കരുത്, ഭൂതമെന്ന് വിധിക്കരുത്. യേശു കർത്താവ് ഭൂതത്തെ പുറത്താക്കുമ്പോൾ കണ്ടുനിന്ന പരീശന്മാർക്ക് പറയാനുള്ളത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് പുറത്താക്കുന്നത്. അവർക്കാരാ വെളിപ്പാട് കൊടുത്തത്? സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം. ഭൂതമായാലും പരിശുദ്ധാത്മാവാണെങ്കിലും ശുശ്രൂഷിക്കുന്നവർ വിലയിരുത്തട്ടെ, വെളിപ്പാടുള്ളവർ വിലയിരുത്തട്ടെ, അവർ അതനുസരിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ ലക്ഷ്യം ഹല്ലേലൂയ ആമേൻ മീൻ ചോദിച്ചാൽ മീൻ തരുന്ന, ആമേൻ ഹല്ലേലൂയ മുട്ട ചോദിച്ചാൽ മുട്ട തരുന്ന, ആമേൻ സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസമാണ്. പറഞ്ഞത് മനസ്സിലായി എന്ന വിശ്വാസം. നിങ്ങൾ വിധിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ ആമേൻ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ അപ്പനോട് നീ പരിശുദ്ധാത്മാവ് ചോദിച്ചാൽ ദുരാത്മാവ് വരത്തില്ല. ആ ഒരു ഉറപ്പ് നിങ്ങളുടെ ദൈവത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറ്റും. അതിനകത്ത് കൺഫ്യൂഷൻ വന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ രസിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരാകണം നിങ്ങൾ. കർത്താവേ പരിശുദ്ധാത്മാവിനെ എന്നിൽ പകരണം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദുരാത്മാവുള്ളത് പോകും. ദുരാത്മാവുള്ളത് ഓടിയല്ലേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് വരുന്നത് കൊണ്ടല്ലേ ദുരാത്മാക്കൾ ഇളകി പോകുന്നേ. പരിശുദ്ധാത്മാവിനെ താല്പര്യമില്ലാത്തവരല്ലേ ദുരാത്മാവിനെ വച്ചുകൊണ്ടിരിക്കുന്നേ. തിരിച്ചറിഞ്ഞോളണം. സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ദുരാത്മാക്കൾ പുറത്താകും. സ്തോത്രം. ദുരാത്മാക്കൾ ഈ ഉപവാസ പ്രാർത്ഥനയിലും അതുകൊണ്ടാണ് സ്തോത്രം ദുരാത്മാക്കൾ പുറത്താകുന്നത്. ആ ദുരാത്മാക്കൾ പുറത്താകാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി അത്യന്താപേക്ഷിതമായതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങത്തില്ല. അതുകൊണ്ടാണ് ഉപവാസത്തിൽ ദൈവത്തിന്റെ ആത്മ സാന്നിധ്യം നമ്മിൽ വർദ്ധിക്കുമ്പോൾ ആമേൻ സ്തോത്രം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത്? നമ്മൾ അത്രത്തോളം ക്രമീകരിക്കുന്നത് കൊണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ വലിയ വിടുതലുകൾ നടക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവില്ലാതെ ദൈവസഭയെ പണിയാനായിട്ട് പറ്റത്തില്ല. ഇന്നലെ പ്രഭാതത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു, യേശു പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഒത്തിരി പേർ കേട്ടതാണ്. എങ്കിലും ഇന്ന് സഭായോഗമായതുകൊണ്ട് ഒന്നുകൂടെ പറയട്ടെ. കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. പലരും അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണയോടെ ചിന്തിക്കുന്നവരാണ്. സഭയെന്ന് പറഞ്ഞാൽ നമ്മളാണെന്ന് തിരിച്ചറിയണമേ. ഞാനാണ് ദൈവസഭയെന്ന് തിരിച്ചറിയണം. ദൈവ കർത്താവാണ് സഭയെ
പണിയുന്നത് തിരിച്ചറിയണം. പക്ഷേ ഹല്ലേലൂയ, കർത്താവ് പണിയും എന്ന്, ദൈവസഭയെ ഞാൻ പണിയും എന്ന് പറയണമെങ്കിൽ സർവശക്തനായ ദൈവം ആമേൻ ആവർത്തന വിരസതയോ അനാവശ്യമായോ ഒന്നും ഉണ്ടാക്കാതെ കൃത്യതയോടെ സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവം ആമേൻ ഇത്രമാത്രം പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ജയിക്കുന്നതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണേ, തെറ്റിദ്ധരിക്കരുത്. പിന്നീട് ഈ സന്ദേശം കേൾക്കുന്നവരും തെറ്റിദ്ധരിക്കരുത്. ആമേൻ, സ്തോത്രം. കർത്താവ് ഞാൻ പണിയുമെന്ന് പറഞ്ഞാൽ ദൈവം പണിതാ മതി. പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല എന്ന് സഭയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ അവിടെ വ്യക്തതയോടെ തിരിച്ചറിയണം. ഒന്ന് ദൈവസഭയുടെ പണിയും ദൈവസഭയുടെ നിർമ്മാണം, രണ്ട് ദൈവസഭയുടെ യുദ്ധം. അത് രണ്ടുമാണ് അതിനകത്ത് ഹല്ലേലൂയ കിടക്കുന്നത്. ഒന്ന് ദൈവസഭയുടെ പണി, ഒന്ന് ദൈവസഭയുടെ നിർമ്മാണം. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ആത്മാവിൽ ഞാൻ പറയാം, ഞാനും നിങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറായാൽ ദൈവസഭ പണിയപ്പെടും. ദൈവസഭ ഇതിനകത്ത് രക്ഷിക്കപ്പെട്ട് വന്നിരിക്കുന്നവർ ദൈവസഭ യുദ്ധം ചെയ്യണം. ആരോട്? അടുത്ത വീട്ടുകാരോടല്ല, കൂട്ടുവിശ്വാസിയോടല്ല. ആമേൻ. പാതാള ഗോപുര ശക്തികളോട് ദൈവസഭ യുദ്ധം ചെയ്യാൻ തയ്യാറായാൽ യേശു പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. വാസ്തവത്തിൽ നമ്മെ കണ്ട കർത്താവ് സകല വെല്ലുവിളികളും നടത്തുന്നത്. സെരുബാബേലിനെ കണ്ടുകൊണ്ട് ദൈവം വെല്ലുവിളിച്ചത്, അവന്റെ മുമ്പിലെ മഹാപർവ്വതം സമഭൂമിയാകും. സെരുബാബേൽ നിന്നാൽ മതി, ദൈവം അത് ചെയ്യും. എന്താ അർത്ഥമെന്നറിയാമോ? നീയും ഞാനും ദൈവസഭയെ ആമേൻ ഹല്ലേലൂയ ആമേൻ കരുതിക്കൊണ്ട് കർത്താവ് തന്ന അധികാരത്തോടെ അഭിഷേകത്തോടെ യുദ്ധം ചെയ്യാൻ നിന്നാൽ ഉറപ്പായിട്ട് ജയം തരുന്നവൻ, യുദ്ധവീരനായവൻ നമ്മോട് കൂടെ നിൽക്കും. നമ്മൾ യുദ്ധത്തിന് തയ്യാറായാൽ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്യാൻ യേശു കർത്താവുണ്ട്. അപ്പൊ ദൈവസഭ ഉറങ്ങരുത്. യഥാർത്ഥമായ ദൈവസഭ യുദ്ധത്തിലാണ്. കർത്താവ് പറഞ്ഞത്, ഞാൻ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു, ആക്രമകാരിയായ ഒരു സഭയെ കർത്താവ് പ്രതീക്ഷിക്കുന്നത്. സാത്താന്റെ കോട്ടയ്ക്കകത്ത് കടന്നു കയറി ആക്രമിക്കുന്ന ദൈവസഭയാണ് കർത്താവിന് ആവശ്യം. ഈ ദേശത്തിൽ, ഏത് ദേശത്തിലും കർത്താവിന് ആവശ്യം ശത്രുവിനെ കണ്ട് ഭയന്നോടി ആമേൻ പ്രതിരോധം തീർത്തിരിക്കുന്നവരല്ല. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ പ്രതിരോധം തീർക്കുന്നവരാണ്. വിശ്വാസികൾ വചനം വച്ച് പ്രതിരോധം തീർക്കുന്ന ഒരു കാലഘട്ടമാണ്. ആക്രമണം നടത്തുന്നില്ല. പ്രശ്നം വരുമ്പോൾ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ പറയും, ഒരു അനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. ഈ വാക്യങ്ങൾ ഉരുവിട്ട് രക്തം ജയമൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? ഈ വാക്യങ്ങൾ കൊണ്ട് പ്രതിരോധം തീർക്കുക. നമുക്കും നമ്മുടെ തലമുറയ്ക്കും ആമേൻ ഒന്നും സംഭവിക്കരുത്, ഒന്നും സംഭവിക്കരുത്. ഞാൻ പറഞ്ഞു, പ്രതിരോധം തീർക്കുന്ന ഒരു ആമേൻ സൈന്യം ഇന്ന് വരെ ജയിച്ചിട്ടില്ല. പ്രതിരോധം മാത്രം തീർത്തിരിക്കുന്ന ഒരു സൈന്യം ഇന്ന് വരെ ജയിച്ച ചരിത്രമില്ല. മറിച്ച് പ്രതിരോധം മറികടന്ന് ആമേൻ ശത്രുവിന്റെ അതിര് കടന്ന് ആക്രമിക്കുന്ന സൈന്യമാണ് ജയം പ്രാപിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അകത്ത് തന്നത്, പരിശുദ്ധാത്മാവിന് തന്നത്, നല്ല ശുശ്രൂഷ തന്നത്, ആത്മാവിൽ കരുത്ത് തന്നത്, പിശാച് വെച്ച സകല കോട്ടകളെയും ഇടിച്ച് ആമേൻ ദൈവജനത്തെ പുറത്തു കൊണ്ടുവരാൻ. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനയിൽ പറഞ്ഞ വാക്കുകളാണ്. മോഷ്ടിച്ചതിനെ തിരികെ പിടിക്കണം. ഹല്ലേലൂയ. മോഷ്ടിച്ചും ആമേൻ അപകരിച്ചും പോയ ജനം, ആമേൻ അവർ ഹല്ലേലൂയ കുഴികളിൽ വീണ് കിടക്കുന്ന ജനം, ആ ജനത്തെ മടക്കി തരാൻ ആരും പറയുന്നില്ല. ആർക്കും അതിന് സമയമില്ല. ആരൊക്കെയോ നശിക്കുന്നത് കാണുമ്പോൾ ദൈവസഭ നിഷ്ക്രിയരായിരിക്കുക. അടുത്തൊരു ഇലക്ഷൻ വരാൻ പോവാ, പ്രാർത്ഥിച്ചോളണം. പിശാച് ആശിച്ചത് നടന്നെന്ന് നമ്മൾ പറയാൻ ഇടവരരുത്. ദൈവഹിതം തന്നെ നടന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന പ്രാർത്ഥനയുണ്ടാകണം. ശക്തിയോടെ പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ദൗത്യമാണ്. രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ ദൗത്യം. ദേശത്തെ മറക്കരുത്. ആ പ്രാർത്ഥന ഉയർന്നു നിൽക്കുമ്പോൾ അത് യുദ്ധമാണ്. ദേശത്തിൽ ഹല്ലേലൂയ എത്ര അകൃത്യവും അനർത്ഥവും ദുഷ്ടതയും പെരുകി വരുമ്പോഴും കൺമുമ്പിൽ ഇതെല്ലാം കാണുമ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ വിളിച്ചതല്ല. പിശാച് ഹല്ലേലൂയ കടന്നു കയറുന്ന ഇടത്ത് ആമേൻ തിരിച്ചു ചെന്ന് ആക്രമിക്കാനാണ്. സ്തോത്രം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പിശാച് വെച്ച അതിരിനകത്ത് നിൽക്കാനല്ല ദൈവസഭയെ വിളിച്ചത്. പിശാച് വരച്ച വരയ്ക്കകത്ത് നിൽക്കാനല്ല ദൈവ ജനത്തെ വിളിച്ചത്. എന്റെയും നിന്റെ മേൽ അഭിഷേകം തന്നത് ആ അതിരിനെ പൊളിച്ച് നീ പുറത്ത് ചെന്ന് ആമേൻ അവന്റെ അതിരിനെ പൊളിക്കണം, അവന്റെ കൂടാരത്തെ പൊളിക്കണം, അവന്റെ ആമേൻ കൂട്ടുകെട്ടുകളെ തകർക്കണം. നശിച്ചു പോകുന്ന ആത്മാക്കളെ ദൈവസഭ ആമേൻ തിരികെ കൊണ്ടുവരണം. അതിനാ ദൈവസഭയെ വിളിച്ചേ. ആമേൻ. അതാ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പൊ ഞാൻ എനിക്ക് തന്ന കുടുംബങ്ങളോട് പറയട്ടെ, വെറുതെ വന്ന് കൈയടിച്ച് ആരാധിച്ച് അന്യഭാഷയും പറഞ്ഞ് വീട്ടിൽ പോകരുത്. പ്രതിരോധം തീർത്തിരിക്കരുത്. ഇപ്പൊ തന്നെ നമുക്ക് പേടിയാ. അതിനല്ല വിളിച്ചേ. കർത്താവ് കൂടെ ഉണ്ട്. ബാക്കി പറഞ്ഞ് പിടിപ്പിക്കുന്നതൊക്കെ പിശാച. കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ തകർക്കാൻ പറ്റത്തില്ല, തളർത്താൻ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ സാധാരണ പറയും, ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും കാല് തട്ടി വീണിട്ടുണ്ട്, പ്രാർത്ഥിക്കാതിരുന്നപ്പോഴും വീണിട്ടുണ്ട്. ആമേൻ. ഇത് രണ്ടിനകത്തും പിശാചിന് ഒരു റോളും ഇല്ല. രണ്ടിനകത്തും പിശാചിന് റോളില്ല. പക്ഷെ നമ്മള് ബോസിച്ചിട്ടും അടിച്ചല്ലോ,
ഉപവസിക്കാതിരുന്നവൻ പറഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥിക്കാതിരുന്നവൻ വന്ന പ്രശ്നത്തിന് പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന് നമ്മൾ ഗൗരവത്തോടെ അങ്ങ് മഹത്വം കൊടുക്കും. ആർക്ക്? പിശാചിന് മഹത്വം കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. സ്തോത്രം. ആമേൻ. ഈ ഭൂമിയിലെ ജീവിതത്തിൽ ആമേൻ ദൈവം തന്ന അല്പായുസിന്റെ അകത്ത് ദർശനത്തെ വിട്ട് മുമ്പിലേക്ക് പോകരുത്. ആമേൻ. കളിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ദൈവസഭയിൽ, നമ്മുടെ ഇതിനകത്തുണ്ട്. ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോൾ കളിച്ച് നടക്കുന്ന, ഗൗരവം നഷ്ടപ്പെട്ട് നടക്കുന്നവരുണ്ട്. ആ ഗൗരവം ഹല്ലേലൂയ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ വരുന്ന തലമുറയ്ക്ക് ദോഷം ചെയ്യുക. ദൈവസഭ ഉദാസീനരാകുമ്പോൾ വരുന്ന തലമുറയ്ക്ക് ആ ദോഷം ചെയ്യുന്നത്. കഴിഞ്ഞ തലമുറ ചെയ്തതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മടങ്ങി വരണം, നമ്മൾ മടങ്ങി വരണം, പ്രാർത്ഥിക്കണം. നമ്മെ എന്തിനാ വിളിച്ചേ? അഭിഷേകം പ്രാപിക്കുന്നു. ചുമ്മാ കിട്ടത്തില്ല അഭിഷേകം, വില കൊടുക്കണം. അഭിഷേകം എന്തിനാ ദൈവം തന്നത്? അഭിഷേകം എന്തുകൊണ്ടാണ് തന്നത്? ആമേൻ. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ ഭൂതത്തെ പുറത്താക്കുന്ന വാക്യം കഴിഞ്ഞ് കർത്താവ് പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ബലവാനെ പിടിച്ചു കെട്ടണം, നിങ്ങൾ കെട്ടണം, നിങ്ങൾ അഴിക്കണം. ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഒരു ദൗത്യമില്ലാതെ ഒരു വിശ്വാസി ഇല്ല. അപ്പനും അമ്മയോടും പറയാം, മക്കളുടെ ഉത്തരവാദിത്വം നിനക്ക് ആത്മീക ഉത്തരവാദിത്വം. സ്തോത്രം. ദൈവസഭയ്ക്ക് മാത്രമല്ല, പ്രാർത്ഥിക്കാനും ആത്മാവിൽ മതിൽ കെട്ടാനും അപ്പനും അമ്മയ്ക്കും കഴിയണം. ആമേൻ. അവർക്ക് വിദ്യാഭ്യാസവും ഭാവിയും അതിനെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത്, ശക്തമായി. അതുകൊണ്ട് ഞാൻ പറയുന്നു, സ്തോത്രം, കുഞ്ഞുങ്ങൾ വചനം പഠിക്കണം. അതിനുവേണ്ട ക്രമീകരണം മാതാപിതാക്കളാണ് ചെയ്യണ്ടേ. വചനമാണ് വാള്, അതവരുടെ അകത്ത് വേണം. വചനമാണ് സ്തോത്രം അവരെ ഹല്ലേലൂയ പാപ വഴികളിൽ നിന്ന് വിട്ടു നടക്കാൻ പ്രേരിപ്പിക്കുന്നത്. സൺഡേ സ്കൂളിന് വരാത്ത കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തോടെ എടുക്കണം. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം. ആമേൻ. ഭൂമിയിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഏതിനേക്കാളും ആമേൻ ഗൗരവത്തോടെ കുഞ്ഞുങ്ങളുടെ ആത്മീക വിഷയത്തെ ശ്രദ്ധിക്കണം. മാതാപിതാക്കളും അങ്ങനെ തന്നെ ആമേൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. കുറച്ചുകൂടെ ഗൗരവത്തോടെ നിന്ന് നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തി ജയം അവകാശമാക്കാൻ നമ്മൾ ശ്രമിക്കണം. സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ഏതൊക്കെ ഹൃദയങ്ങൾ ഇതിനകത്തുനിന്ന് വിട്ടുപോകുന്നെങ്കിൽ നമ്മൾ എന്നും ഹല്ലേലൂയ ഏലിയാവിൻ്റെ കാക്കയുടെ അപ്പമൊന്നും തിന്നരുത്. നമ്മൾ വളരെ കരുത്തുള്ളവരാകണം. ഞാനിത് പറഞ്ഞു ഒരുക്കുന്നത് നാളെ മുതലൊക്കെ ശുശ്രൂഷകൾ വരുമ്പോൾ ഇതിനകത്ത് വീഴേണ്ട ദൂതും വിടുതലെല്ലാം നടക്കണം. ദൈവദാസന്മാർ പ്രയോജനപ്പെടണം. സ്തോത്രം. ഗൗരവത്തോടെ. നിങ്ങൾ എന്തിനാ അഭിഷേകം ദൈവത്തോട് ചോദിക്കുന്നത്? ഒന്നും ചെയ്യാനില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് ഇല്ലെന്നും പരിശുദ്ധാത്മാവ് വേണ്ടെന്നും പറയുന്ന വലിയ ക്രിസ്തീയ സമൂഹങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങളെക്കാളും ഭംഗിയായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. എന്നെ ആരും ഒന്നും മിണ്ടാത്തേ? പാസ്റ്ററിന് ഏത് വഴി കയറി പോകുന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ലെന്ന ചിന്തയിലിരിക്കുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. ഒന്നുമില്ല. നിങ്ങൾ പ്രാപിക്കേണ്ടത് നമ്മുടെ മേൽ കിടക്കുന്ന ദൈവ നിയോഗം പുറത്തു വരണം. സ്തോത്രം. ഭൂതം വച്ചതും പിശാച് വച്ചതും ആഭിചാരകൻ വച്ചതും മന്ത്രവാദി വച്ചതും എല്ലാം കൂടെ തലയിൽ ചുമന്നുകൊണ്ട് അടിമത്വത്തിൽ ജീവിക്കാനല്ല കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ കർത്താവ് വിളിച്ചത്. കുഞ്ഞാടിന്റെ രക്തം വിലയായി തന്ന് വീണ്ടെടുത്തതും ആമേൻ പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ എൻ്റെ നിന്റെ അകത്ത് തന്നതും ആമേൻ ഹല്ലേലൂയ പരാജയപ്പെടാനല്ല, ജയിക്കാനാണ്. ഞാൻ ഒരു കാര്യം പറയാം, അഭിഷേകമുള്ള നീ പാർക്കുന്ന നിന്റെ വീട്ടിന്റെ കോമ്പൗണ്ടിൽ പിശാചിന്റെ നിഴൽ പോലും വരരുത്. നിഴൽ പോലും വരരുത്. ആമേൻ. സ്തോത്രം. അങ്ങനെ ഒരുവൻ ഹല്ലേലൂയ കാല് വെച്ചാൽ അവൻ തിരിച്ചറിയണം ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ മഹത്വം ചുമക്കുന്നവരായി നമ്മൾ മാറണം. ഇത് വലിയ കാര്യമൊന്നുമല്ല, സൗജന്യമായി ദൈവം തരുന്നതാ. നീ വില കൊടുത്ത് വാങ്ങേണ്ടതല്ല, സൗജന്യമായി തരുന്നതാ. ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവവചനപ്രകാരം ഒരു ക്രമീകരണം നിന്റെ ജീവിതത്തിൽ വരണം. ദൈവം അത് ചെയ്യും. അഭിഷേകം പ്രാപിക്കാതെ ഒറ്റ വ്യക്തികൾ ആമേൻ ഇതിനകത്ത് ഇരിക്കരുത്. ഒരു പ്രയോജനവുമില്ല. സ്തോത്രം. ദൈവസഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. കർത്താവ് ചെയ്തതെല്ലാം പരിശുദ്ധാത്മാവിനാൽ, അപ്പോസ്തലന്മാർ ചെയ്തതെല്ലാം പരിശുദ്ധാത്മാവിനാൽ. യേശുവിൽ വിശ്വസിക്കണം. ആമേൻ ഹല്ലേലൂയ. സ്നാനപ്പെടണം. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് പ്രാപിക്കാം. പാപത്തിന്റെ മോചനം നടന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. വില കൊടുത്ത് ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് നിങ്ങളത് സ്വീകരിപ്പാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഈ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ സഭ പണിയപ്പെടത്തില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് തരുമെന്നുള്ളത് കൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ഒരാത്മഭാരം അകത്ത് ഇന്ന് വരെ കയറാത്തവർ ഈ സഭയ്ക്കകത്തുണ്ട്. ഈ കരുണീരോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് എന്നാൽ ആത്മഭാരം വരെ നശിച്ചു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ആമേൻ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. നശിച്ചു പോകുന്ന തലമുറ വിലപ്പെട്ടെന്നാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും നമുക്ക് പറ്റണം. ബൈബിൾ പറയുന്ന ആമേൻ വിഷയങ്ങൾ പ്രസംഗിച്ച് അവസാനിക്കാതെ ജീവിതത്തിൽ ഹല്ലേലൂയ മാതൃകയോടെ ചിലത് ചെയ്യാൻ ദൈവം ഈ ദിവസങ്ങൾ നമുക്ക് കൃപ തരട്ടെ. നമ്മുടെ ചർച്ച ദൈവം അനുവദിച്ചാൽ ചെയ്യും. അന്ന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടെ ഉണ്ടാകണം. ആമേൻ ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന ഞാൻ പറഞ്ഞല്ലോ, ഒരു പിശാചും നിൽക്കരുത്. അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പ്രാർത്ഥനയിൽ ഉപവാസത്തിലും അല്ലാതെ ഈ ജാതി നീങ്ങത്തില്ല. നീങ്ങാത്തതിനെ നീക്കാനാണ് പ്രാർത്ഥന. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു കയറും. കരമുയർത്തിയൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. യേശു പറഞ്ഞത് ഹല്ലേലൂയ പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല എന്ന് പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. ആ വെല്ലുവിളി ഹല്ലേലൂയ നടത്തിയച്ച യേശു പറഞ്ഞത് ശിഷ്യന്മാരോട് പറഞ്ഞു, വെറുതെ പോകരുത്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം.
ശിഷ്യന്മാരോട് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണം. അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഗൗരവം മനസ്സിലാക്കിയവരാണ് 120 പേർ ചെന്ന് ശക്തി പ്രാപിക്കാനിരുന്നത്. 120 പേർ ചെന്ന് ദൈവസന്നിധിയിരുന്ന് യേശു പറഞ്ഞതനുസരിച്ച്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമ്മുടെയൊക്കെ ചിന്തയനുസരിച്ച് ഇതിന്റെ ആവശ്യമുണ്ടോ? കർത്താവ് വന്ന് ചെയ്തു, കർത്താവ് പറഞ്ഞത് ചെയ്യാൻ. മറ്റൊരു ഹല്ലേലൂയ ശിഷ്യന്മാർ ഇനി കാത്തിരിക്കണോ? നമ്മൾ ലാഘവത്തോടെ എടുക്കരുത്. അവർ കാത്തിരുന്നു. പെന്തക്കോസ്ത് നാൾ വന്നു. 10-ാം ദിവസം, പ്രാർത്ഥനയുടെ 10-ാം ദിവസം പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റടിക്കും പോലെ കാത്തിരുന്നവന്റെ മേൽ വന്നു. കാര്യം എന്താണെന്ന് പറയുക? ദൈവം പറഞ്ഞിട്ടിരുന്നതാ. ദൈവം പറഞ്ഞത് ചെയ്യാൻ നീ മുട്ടുമടക്കിയാൽ തരേണ്ടത് ദൈവം തന്നിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവം പറഞ്ഞത് ചെയ്യാൻ തയ്യാറായി നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം തരുമെന്ന് പറഞ്ഞത് നിന്റെ കയ്യിൽ തന്നിരിക്കും. അത് അഭിഷേകമാണെങ്കിലും സമ്പത്താണെങ്കിലും കൃപാവരങ്ങളാണെങ്കിലും തന്നിരിക്കും. ആവശ്യമില്ലാതെ ദൈവം ചെയ്യത്തില്ല. കുറെ അഭിഷേകം നിന്റെ തലമേൽ എന്തിനാ? ചെയ്യത്തില്ല. പക്ഷേ ഈ ഗൗരവം മനസ്സിലാക്കി, കർത്താവേ ഞങ്ങൾക്ക് നിൽക്കണം നട്ടല്ലോടെ. നിങ്ങൾ എല്ലാവരും ഇറങ്ങി പ്രസംഗിക്കാൻ പോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അത് ദൈവം കൃപ തരുന്നവർ തിന്നോ. പക്ഷേ ഇതിനകത്തിരിക്കുന്നവൻ ഈ ഗൗരവത്തോടെ എഴുന്നേറ്റാൽ ഇതൊരു സൈന്യമാണ്. സ്തോത്രം. ഒരു സൈന്യമായിരിക്കും. പിശാചിന് തിരിഞ്ഞു നോക്കാൻ ഭയമായിരിക്കും. സ്തോത്രം. നമ്മൾ ചെയ്യുന്നതൊക്കെ സാധ്യമാകാൻ തുടങ്ങും. ആത്മാക്കൾ വിടുവിക്കപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞതനുസരിച്ച് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു. കൊടിയ കാറ്റടിക്കും പോലെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. കൊടിയ മുഴക്കത്തോടെ പരിശുദ്ധാത്മാവ് വന്നു. പിളർന്നിരിക്കുന്ന അഗ്നിനാവുകളായി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി. സ്തോത്രം. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു അനുഭവം അനുഭവിച്ച എത്ര പേര് ഇതിനകത്തുണ്ട്? പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു അനുഭവം. സ്തോത്രം. വളരെ ഗൗരവത്തോടെ ആ ആത്മസാന്നിധ്യത്തെ നമ്മൾ കൊതിക്കണം. കൊച്ചുമക്കളൊക്കെ, യൗവന മക്കളൊക്കെ ശക്തമായി പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി. ആമേൻ. ആ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ പ്രസംഗം നടത്തുന്നുണ്ട്. അതൊരു അത്ഭുതമാണ്. പത്രോസിന്റെ പ്രസംഗം. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. പത്രോസ് ഒരു പ്രസംഗം നടത്തി. ആമേൻ. ഹല്ലേലൂയ. ആ പ്രസംഗം നടത്താനുണ്ടായ സാഹചര്യം, അഭിഷേകം വന്നപ്പോൾ ജനം അന്യഭാഷ പറഞ്ഞു. അഭിഷേകം വന്നാൽ അന്യഭാഷ പറയും. അന്യഭാഷ വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിപ്പാൻ കൊതിക്കണം. അപ്പൊ അന്യഭാഷ ഇല്ലാതെ വരത്തില്ല. അന്യഭാഷ ഇല്ലാതെയും വരും. അതും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ വാഞ്ചിക്കാതിരിക്കരുത്. അതൊന്നും കിട്ടത്തില്ലെന്ന് പറയരുത്. വേണം. സ്തോത്രം. പ്രാർത്ഥിക്കണം. അന്യഭാഷ പറഞ്ഞപ്പോൾ കുറച്ചു പേർക്ക് ഒരു സംശയം, ഇത് മദ്യപിച്ചിട്ട് പറയുന്നതല്ലേ? വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചതുപോലെ തോന്നി അവർക്ക്. അത് അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ എക്സ്പ്രഷൻ അതായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ്, അറിഞ്ഞുകൂടാതെ വിധിക്കണ്ട. വീഞ്ഞു കുടിച്ചതുപോലെ ആടിയ ഉടൻ അത് ഹല്ലേലൂയ വീഞ്ഞെന്ന് നമ്മൾ പറയണ്ട. അവർക്ക് അങ്ങനെ അബദ്ധം പറ്റി. അപ്പൊ പത്രോസ് എഴുന്നേറ്റ് ഒരു ശക്തമായ പ്രസംഗം നടത്തി. അതിന്റെ മധ്യത്തിൽ പ്രസംഗം നടത്തി. നമുക്ക് അറിയാന്നുള്ള കാര്യം. ആ പ്രസംഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 2-ാം അധ്യായം അതിന്റെ 16 മുതൽ 21 വരെ ഒന്ന് വായിച്ചേ. 2-ന്റെ 16 മുതൽ 21 വരെ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോവും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. നിങ്ങളത് ശ്രദ്ധിക്കണം. ഞാൻ വായിച്ച് കേൾപ്പിച്ചത് നിങ്ങളുടെ അകത്ത് ചിന്ത കയറാൻ. അതൊരു അത്ഭുതമാണ്. ആ പ്രസംഗം ഒരു അത്ഭുതമാണ്. ആ പ്രസംഗം ഒരു അത്ഭുതമാണ്. ആ പ്രസംഗം ഒരു അത്ഭുതം എന്ന് പറയാൻ കാരണം, എന്നെ ശ്രദ്ധിച്ചേ, ആ പ്രസംഗം അത്ഭുതം എന്ന് പറയാൻ കാരണം, യേശു കർത്താവ് മരിച്ചിട്ട് ചില സമയങ്ങളെ ആയിട്ടുള്ളൂ. ആധികാരികമായ ഒരു പ്രസംഗം പത്രോസ് നടത്തുക. മക്കളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. ആധികാരികമായ പ്രസംഗം നടത്തുക. യോവേൽ പ്രവാചകനെ കുറിച്ച് ഒരു അറിവും ഇല്ലാത്ത മനുഷ്യനാ പത്രോസ്. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇന്നലകളിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം, രീതി യേശുവിനോട് കൂടെ നടന്നപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ പഠിച്ചാൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവനാണ് പത്രോസ്. കർത്താവ് പറഞ്ഞ പല വെളിപ്പാടും പിടികിട്ടാതെ നട്ടം തിരിഞ്ഞവനാണ്. പല അബദ്ധങ്ങളും അവൻ സംസാരിച്ചു. അവസാനം അവൻ പിന്മാറി മീൻ പിടിക്കാൻ പോയി. ഇതൊന്നും അന്നറിയത്തില്ല. രക്തവും പുകയാവി എന്നൊക്കെ പറഞ്ഞ് ഭാവി കാലത്ത് നടക്കാനുള്ള പ്രസംഗം ഈ മനുഷ്യൻ പ്രസംഗിക്കുക. ഇതെങ്ങനെയാ പത്രോസ് പ്രസംഗിക്കുന്നേ? വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതെങ്ങനെയാ പത്രോസിന് പ്രസംഗിക്കാൻ പറ്റുന്നേ? കർത്താവ് മരിച്ചിട്ട് അല്പ ദിവസമുള്ള, ബൈബിൾ കോളേജിലൊന്നും പോയില്ല. ഒരു പണ്ഡിതന്റെ അടുത്തും ചെന്ന് പഠിക്കാൻ സമയം കിട്ടിയില്ല. വായിച്ചാൽ അറിയാം, അതിനുള്ള അവസരമില്ല. നമ്മൾ ഇന്ന് വായിക്കുന്നത് പോലെ ഈ പുതിയ നിയമം വന്നിട്ടില്ല. എല്ലാവരും നിശബ്ദരാണല്ലോ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് പറയുന്നത്. പിന്നെ എന്നെ അവിടെ സംഭവിച്ചേ? പെട്ടെന്ന് എന്നെ അവന് വന്ന മാറ്റം. ഈ മാറ്റം പെട്ടെന്ന് എങ്ങനെയാ സംഭവിച്ചേ? പരിശുദ്ധ ആത്മാവ് അവന്റെ മേൽ വന്നു. അപ്പൊ പരിശുദ്ധ ആത്മാവ് വന്നാൽ ആമേൻ, സ്തോത്രം, ഈ സാധനത്തെ വെളിപ്പെടുത്തും.
ദൈവത്തിന്റെ തിരുവചനത്തെ വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വന്നപ്പോ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ അവൻ പറയുക. യോവേൽ പ്രവാചകൻ എത്രയോ നൂറ്റാണ്ട് മുമ്പ് പ്രവചിച്ച പ്രവചനം, ഇത് യോവേൽ പ്രവാചകൻ പ്രവചിച്ചതാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ പ്രവചനമാണ്. അതിനോട് ചേർന്ന് യോവേൽ പറഞ്ഞ യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം കടന്നു വരുമെന്നൊക്കെ പറഞ്ഞ് ആധികാരികമായി പ്രസംഗിക്കുമ്പോൾ ആമേൻ, ഇന്ന് നിങ്ങൾ ഹല്ലേലൂയ ചിന്തിക്കണം. 5, 10, 15 വർഷം ഈ വചനത്തെ തിരിച്ചും മറിച്ചും പഠിച്ചിട്ട് പ്രസംഗിക്കുന്ന ശക്തരെക്കാൾ അധികാരത്തോടും വ്യക്തതയോടും തെറ്റാതെ ആത്മാവിൽ പത്രോസ് പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവസഭയോട് ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരൊറ്റ കാര്യം നിങ്ങളിൽ സംഭവിച്ചാൽ ഈ വചനം നിങ്ങൾക്ക് വെളിപ്പെടാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് വന്നാൽ ഏറ്റവും ഒന്നാമത് സംഭവിക്കുന്നത് ദൈവ വചനത്തിന്റെ വെളിപ്പാടകത്ത് കയറണം. കയ്യടിയും അന്യഭാഷയും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിട്ട് വചനത്തിൽ ഉറക്കം, വചനം ഗ്രഹിക്കുന്നില്ല, ആത്മീക സത്യം ഗ്രഹിക്കാൻ പറ്റുന്നില്ല, ദൈവത്തിന്റെ കൽപ്പനകൾ ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഗൗരവത്തോടെ ഉണരണം. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, യഥാർത്ഥ പരിശുദ്ധ ആത്മാവ് വന്നവന് ആത്മാവ് സകലത്തെയും ബോധ്യം കൊടുക്കും. ഈ പരിശുദ്ധാത്മാവിന് എത്ര പേർക്ക് വേണം? ഇന്ന് പരിശുദ്ധാത്മാവിനെ കൊതിക്കുന്ന എന്തിനാ? കുറച്ചുപേരെ ഉന്തി തള്ളിയിടണം, കുറച്ചുപേർ മുമ്പിൽ ഷോ കാണിക്കണം. ആമേൻ. നമ്മൾ ആരൊക്കെ ഒന്ന് വെളിപ്പെടണം, അതൊക്കെ നമ്മുടെ ആശ. അതില്ലെന്നല്ല, അത് സംഭവിക്കും. പക്ഷെ പരമപ്രധാനമായി പരിശുദ്ധാത്മാവ് വന്നപ്പോ ഈ പത്രോസിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വ്യക്തതയോടെ മനസ്സിലാകും. അങ്ങനെ കൊച്ചുമക്കൾ തിരിച്ചറിയണം, ആത്മശക്തി വന്നാൽ ഇതിനകത്തോട്ട് നമ്മൾ അറിയാതെ നോക്കും, പ്രസംഗം ശ്രദ്ധിക്കും. ആമേൻ. ഇതിനകത്ത് എന്നാ എഴുതിയെന്ന് പിടികിട്ടും. കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല, ഒരു കൺഫ്യൂഷനും വരത്തില്ല. നിങ്ങൾ അത്ഭുതപ്പെടുന്ന മറ്റൊരു വിഷയം അവിടെ ഉണ്ട്. ഈ ശിഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ കൂടെ നടന്നതല്ലേ? യേശുവിൻ്റെ കൂടെ നടന്നിട്ട് വലിയ ആശങ്കയായിരുന്നു. അപ്പോഴാ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് എന്നൊക്കെ പറഞ്ഞത്. ഈ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും അവർ ആശങ്കപ്പെടുന്നുണ്ടോ? യേശുവിനെ കുറിച്ച്, കർത്താവിനെ കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടോ? ആരും ഈ കർത്താവ് ഇല്ലെന്ന തോന്നൽ അവർക്ക് വരുന്നുണ്ടോ? കർത്താവ് അകന്നു പോയെന്ന് തോന്നുന്നുണ്ടോ? ഭയങ്കര ധൈര്യത്തോടെ യേശു കർത്താവ് ശരീരം കൊണ്ട് ഇവരോട് കൂടെ ഇരുന്നതിനേക്കാൾ അധികം യേശു കർത്താവിനെ കുറിച്ചുള്ള നിർണയത്തിൽ യേശുവിന്റെ മടങ്ങി വരവിനായി ഒരുങ്ങിക്കൊണ്ട് യേശു പറഞ്ഞത് അവർ ഈ ഭൂമിയിൽ ചെയ്യുക. ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോലെ 25 വർഷത്തെ പാരമ്പര്യം ഒന്നും പറയാൻ അവർക്കില്ല. ഒറ്റ കാര്യം അവരിൽ നടന്നുള്ള പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങൾക്ക് ഹല്ലേലൂയ തിരുവെഴുത്തുകളെ മനസ്സിലാക്കി തരും. സ്തോത്രം. പൗലോസിനെ നമുക്കറിയാം, കുതിരപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് പോവുക. എന്തിനാ? സഭയെ ഉപദ്രവിക്കണം. യേശു ദൈവമല്ലെന്നാ പുള്ളി പറഞ്ഞു നടന്ന്. യേശു ദൈവമല്ല, യേശു ദൈവമല്ല എന്ന് പത്രോസ് പറഞ്ഞു. ചിലരൊക്കെ വല്ലാതെ ഇരിക്കുക. എന്നെ നോക്കിയിരുന്നേ, ഈ പറയുന്ന വചനം സത്യം ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും ബാധകമാണ്, ഓരോരുത്തർക്കും ബാധകമാണ്. കാരണം എന്നറിയോ? ബിനിൽ പാസ്റ്റർ ഒച്ചയെടുത്ത് പ്രസംഗിക്കുന്ന ദൗത്യം തന്നിട്ടുള്ളൂ. അതിന്റെ ഹല്ലേലൂയ ഉടയവൻ ഒരുത്തനുണ്ട്. കാര്യം തീർക്കുന്ന നാൾ വരും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലെങ്കിൽ അത് ആരുടെയും കുറ്റമല്ല, നമ്മുടെയാ. ഈ സന്ദേശം കേട്ട് വാഞ്ച വരണം. ആമേൻ. ആത്മശക്തി അകത്തില്ലാതെ ആമേൻ ഹല്ലേലൂയ. ഈ പുസ്തകം എടുത്ത് നമ്മളൊക്കെ പണ്ട് ചെയ്യുമ്പോൾ ഞാൻ തുറന്നു പറയാ, ഒരു പുസ്തകം, ഒരു പാട്ട് പുസ്തകം എടുത്ത് നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഭക്തിയോടെ പോകും. നല്ല കാര്യം. ഇതിന്റെ അകത്തെഴുതിയിരിക്കുന്ന സാധനം ഇന്ന് വരെ തെളിഞ്ഞിട്ടില്ല. സ്തോത്രം. സ്വർഗമുണ്ടോ നരകമുണ്ടോ? കർത്താവ് മടങ്ങി വരും. ആത്മാവിൽ ജീവിക്കുന്നവന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ്, യേശു കർത്താവ് അവരെ വിട്ടുപോയി, പക്ഷെ അവർക്ക് ആശങ്കയ്ക്ക് വകയില്ല. തലയിറക്കുമ്പോഴും അറുത്തോളാൻ പറയുന്നതിന്റെ പുറകിൽ അകത്ത് പരിശുദ്ധാത്മാവ് കൊടുത്ത നിർണയമാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, ആത്മാവ് താനും നിങ്ങളുടെ ആത്മാവോട് പറയുന്നതാ, നീ ദൈവ പൈതലാണോ അല്ലയോ എന്ന് പരിശുദ്ധാത്മാവ് നിന്റെ ആത്മാവോട് പറയുന്നിടത്തോളം നിനക്കൊരു പ്രശ്നത്തിന് കാര്യമില്ല. കാഹളം ധരിച്ചാൽ നീ പോകും. അവിടെ എന്താ സംശയം? ഇവിടെ പ്രശ്നം, നീ ദൈവ പൈതലാണെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നില്ല. ഈ പരിശുദ്ധാത്മാവ് അകത്ത് വന്നെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് ഇത് ഗ്രഹിക്കാൻ തക്കവണ്ണം സഹായിക്കുന്നില്ല. അത് തെറ്റാണ്. ആ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഓരോരുത്തർ ഈ വചനത്തിൽ ആനന്ദിക്കാൻ തുടങ്ങും. കാര്യം എന്താ? ഇത് എന്നതാ ഈ പറയുന്നത്? അകത്തോട്ട് കയറും, അകത്തോട്ട് കയറും. സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും ഒരു ക്രമീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വചനം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. സഹോദരന്മാരും കൊച്ചുമക്കളൊക്കെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനെ തരണം. അല്ലാതെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് രോഗം മാറ്റുക, ഭൂതം മാറ്റുക, അത് മാത്രമല്ല. ഇതും അതിനകത്തുണ്ട്. ആമേൻ. പിന്നെ നിങ്ങൾ ഹല്ലേലൂയ ഉച്ചത്തിൽ കൈയൊക്കെ അടിക്കണം. ഇന്നലത്തെ ദൂത് പറയണം. ഞാൻ പറയാൻ വെച്ചത് അതിന്റെ അവസാനത്തിൽ പുള്ളി അത് പറഞ്ഞു. സ്തോത്രം. അതിന് നമുക്ക് നല്ല കയ്യടി കിട്ടും, അത് വലിയ സന്തോഷമാണ്. പക്ഷെ ഇത് നടന്നില്ലെങ്കിൽ നിത്യതയിൽ എത്തത്തില്ല കേട്ടോ.
എത്ര പേർക്ക് നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് ഹല്ലേലൂയ അകത്ത് ദൈവം തന്നിട്ടുണ്ട്? നല്ലതായിട്ട് പൊക്കാൻ ഒരു പ്രാഗൽഭ്യക്കുറവുണ്ടല്ലോ. കൈപൊക്കാൻ ഒരു പ്രാഗൽഭ്യക്കുറവ് വരരുത്. ആമേൻ. അത് പരിശുദ്ധാത്മാവ് അകത്ത് തരണം. ഞാൻ എഫേസ്യ ലേഖനം 1 നിന്ന് ഇടയ്ക്ക് ഞാൻ പ്രസംഗിച്ചായിരുന്നു കുറെ വെളിപ്പാടിനെ കുറിച്ചൊക്കെ. അന്ന് ഞാൻ ശ്രദ്ധിച്ചു, ഒന്നും അകത്തോട്ട് കയറുന്നില്ല. അകത്തോട്ട് കയറാതിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വരാത്തോടെ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, പത്രോസിനെ സംബന്ധിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആത്മീയത്തിൽ അവന്റെ ഹല്ലേലൂയ കർത്താവിൽ നിന്ന് ശാസനയൊക്കെ ഏറ്റുവാങ്ങി എന്തെല്ലാം ഹല്ലേലൂയ കാര്യങ്ങൾ അവൻ പറഞ്ഞ്. ദിവസങ്ങൾക്കൊക്കെ ആത്മശക്തി വന്നപ്പോൾ അധികാരത്തോടെ പ്രസംഗിക്കുക. പിടിച്ചടിച്ചപ്പോൾ അവൻ പറയും അടികൊള്ളാൻ യോഗ്യരായ എണ്ണി. പേടിച്ചിരുന്നവന്മാരാ. പരിശുദ്ധാത്മാവ് വരുത്തിയ മാറ്റം കണ്ടോ? അപ്പൊ ആധികാരികമായി വചനം ഗ്രഹിക്കാൻ ഇനി വേറെ എവിടെയും പോണോ? ഇവിടെ എനിക്ക് വന്ന സന്തോഷം എന്നാണെന്നറിയോ? എത്ര ശുശ്രൂഷകരെ നമുക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് വന്നാൽ മതി. ഇതിനെ തടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നീങ്ങണം. നമ്മൾ പ്രാർത്ഥിക്കണം. പൗലോസ് സഭയ്ക്കെതിരെ വരിക. യേശു ക്രിസ്തു ദൈവമെന്ന് ബൈബിള് പറയുമ്പോൾ അതല്ലെന്ന് പറഞ്ഞ് യേശുവിനെ ആരാധിക്കുന്നവർ ഉപദ്രവിക്കുക. അവന്റെ മതഭ്രാന്ത് കയറിയിട്ട്, മതത്തിന്റെ ചിന്ത കയറിയിട്ട് ഇതെല്ലാം അസത്യം എന്ന് പറഞ്ഞ് വരിക. കുതിരപ്പുറത്ത് വരുമ്പോൾ കർത്താവിന്റെ സ്പർശനം അവന്റെ മേൽ. നട്ടുച്ചയ്ക്ക് ആമേൻ സ്തോത്രം, സൂര്യനെ വെല്ലുന്ന തേജസ്. അവൻ തിരിഞ്ഞു കർത്താവിലേക്ക്. പക്ഷെ പൂർത്തിയായില്ല. അവനെ അനന്യാസി എന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചു, കൈവച്ച് പ്രാർത്ഥിച്ചു. ചെതുമ്പൽ പോലെ ഒന്ന് കണ്ണീന്ന് വീണു, സ്നാനപ്പെട്ടു. പൗലോസ് പരിശുദ്ധാത്മ പൂർണ്ണനായി. അങ്ങനെ എഴുതിയിരിക്കുന്ന ആ ഭാഗത്ത് പരിശുദ്ധാത്മ പൂർണ്ണനായിട്ട് പിന്നെ കിടന്ന് കറങ്ങിയില്ല. അതാണോ ക്രിസ്തു? ഇതാണോ ക്രിസ്തു? ആ സ്നാനമാണോ ശരി? ഇന്നലെ നിന്നതല്ലേ കറക്റ്റ്? അവിടെ കുറച്ചുകൂടെ കൊള്ളായിരുന്നല്ലോ. ഈ ഒരു കൺഫ്യൂഷനും പുള്ളിക്കില്ല. പുള്ളി പിറ്റെന്ന് എഴുന്നേറ്റ് എന്ന് പറയുക ഇന്നലെ എതിർത്ത ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവമെന്ന് പിറ്റെന്ന് പുള്ളി പ്രസംഗിക്കുക. തർക്കിച്ചും വാദിച്ചും മറ്റുള്ളവരെ സമ്മതിപ്പിക്കുക. എന്റെ ചോദ്യം ഇതെങ്ങനെയാ? സ്തോത്രം, ഇതെങ്ങനെയാ? പുള്ളി മരുഭൂമിയിലൊക്കെ പോയ പിന്നെയാ ഇതെങ്ങനെയാ നടന്നേ? അവന് പരിശുദ്ധാത്മാവ് തൊട്ടു. അത് ഹല്ലേലൂയ ക്രമാതീതമായി വർദ്ധിച്ചു വന്നതല്ല, പെട്ടെന്ന് സംഭവിച്ച വിഷയം, പെട്ടെന്ന് സംഭവിച്ച കാര്യം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സഭയ്ക്കകത്തിരുന്ന് ഈ തിരുവെഴുത്ത് കേൾക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ പരിശുദ്ധി ആത്മാവിനെ കൈക്കൊള്ളാൻ തക്കവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ആദ്യ വിഷയം അതാക്കി മാറ്റണം. സഹോദരന്മാർക്കും കൂടെ ഉള്ളതാണ് പരിശുദ്ധാത്മാവ്, സഹോദരിമാർക്കുള്ളത് മാത്രമല്ല. അങ്ങനെ ഒരു തോന്നൽ തോന്നും. സഭകളിൽ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ, ആരാധനയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് സഹോദരിമാർക്ക് മാത്രം, അതും ഒരു പ്രത്യേക ഗ്രൂപ്പിനൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. ഈ കാലഘട്ടത്തിൽ ഇച്ചിരി ഹല്ലേലൂയ ഒരു ഡോക്ടർ പദവിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പിന്നെ വരത്തില്ല എന്ന് തോന്നുന്നു ഇന്നത്തെ സിസ്റ്റം അനുസരിച്ച്. പക്ഷെ ചിലയിടത്തൊക്കെ അത് പൊളിയുന്നുണ്ട്. അവർ തന്നെയാണ് മുമ്പിൽ തുള്ളിയും ചാടിയും കർത്താവിനെ ആരാധിക്കുന്നത്. അവർക്ക് ആ വചന വെളിപ്പാട് അകത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ വചന വെളിപ്പാട് അകത്ത് കിട്ടാത്തത് എത്ര പ്രസംഗിച്ചിട്ടും നമുക്കത് ഗ്രഹിക്കാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭാവമാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ തിരിക്കും, ആ സത്യത്തിലേക്ക് തിരിക്കും. ഇത് അനുഭവം ഇത് മാത്രമല്ല, യേശു പറഞ്ഞത് അതാ. യേശു പറഞ്ഞത് ഞാൻ പോയാൽ കാര്യസ്ഥൻ വരും. കാര്യസ്ഥൻ വന്ന് എന്ത് ചെയ്യും? സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. ഇപ്പോൾ എനിക്ക് പറയാനുണ്ട്, കേൾക്കാൻ നിങ്ങൾക്ക് മന്ദതയാ. പത്രോസിന്റെ ഒക്കെ പ്രശ്നം അതായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഒരു ഭാരമില്ല. ഡെയ്സ് ബൈബിളും ഡാനിയൽ റെഫറൻസ് ബൈബിളും പിന്നെ വേറെ എന്തൊക്കെ വെർഷൻസ് ഉണ്ടല്ലോ, എല്ലാം കൂടെ നിരത്തി വെച്ച് ഇങ്ങനെ കാണാപ്പാടം പഠിച്ചിട്ടല്ല പത്രോസ് പ്രസംഗിച്ചത്. പണ്ടത്തെ പ്രവചനം പോലും ഹല്ലേലൂയ വ്യാഖ്യാനിച്ചു കൊടുക്കുക. ആദ്യത്തെ പ്രസംഗത്തിൽ, ഒന്നാമത്തെ പ്രസംഗത്തിന്റെ അകത്ത് ഞാൻ പറയട്ടെ, ഇത്രയും പ്രസംഗങ്ങൾ കേട്ടും അറിവും പ്രാപിച്ച് ദൈവവചനത്തെ കുറിച്ച് തർക്കിക്കാൻ പോലും പ്രാഗൽഭ്യമുള്ളവരാണ് 90% ക്രിസ്ത്യാനികൾ ഇന്നത്തെ. അത്രയും പഠനമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആത്മാവിൽ വെളിപ്പാട് കിട്ടി ജീവിതത്തിന് രൂപാന്തരം വരുന്നില്ല? എന്തുകൊണ്ട് ആത്മാവിലെ വെളിപ്പാട് മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് തിരുവചനം പറയുന്നത് പോലെ ആത്മാവിൽ യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പ്രാർത്ഥിച്ചേ ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ പരിശുദ്ധി ആത്മാവ് ഹല്ലേലൂയ നമ്മുടെ മേൽ വന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെടും. അപ്പോസ്തലന്മാരെല്ലാം മാറ്റം സംഭവിച്ചത് പരിശുദ്ധി ആത്മാവ് അകത്ത് വന്നപ്പോഴാണ്. അതുകൊണ്ട് ദൈവസഭ പ്രാർത്ഥിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ പകല് ഒരു അഭിഷേകത്തിൻ്റെയൊക്കെ അനുഭവം ഉണ്ടാവുന്നു. ഞാൻ എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനെതിരെ വല്ലാത്തൊരു അനുഭവം ഉണ്ടാവും. സ്തോത്രം. നമ്മളെ മനസ്സിനെയൊക്കെ മടുപ്പിക്കും. എന്തെങ്കിലും ചിന്തകൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് കയറ്റി ആ അന്തരീക്ഷത്തെ പിശാച് ഒതുക്കും. അതാ കർത്താവ് പറഞ്ഞത് പാതാള ഗോപുര ശക്തിയെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയാതിരിക്കരുത്. അവൻ്റെ തന്ത്രത്തെക്കുറിച്ചൊക്കെ ഞാൻ ഉപവാസത്തിൽ പ്രസംഗിച്ചു. അവൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവൻ നിങ്ങളെ വിഴുങ്ങരുത്, അവനോട് എതിർത്ത് നിൽക്കാൻ പറ്റണം, ഇതെല്ലാം പറഞ്ഞു. അതൊക്കെ കൊണ്ട് വീട്ടിൽ കളഞ്ഞേച്ച് ഇതിനകത്ത് വന്നിരുന്ന ഇതിനകത്ത് ആരാധിക്കാൻ പറ്റും. സ്തോത്രം. ഈ വചനത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഗൗരവത്തോടെ നിങ്ങളുടെ ഹൃദയത്തോട് ഹല്ലേലൂയ നിങ്ങൾ നീതി പുലർത്തണം. എന്നിട്ട് പറയണം, കർത്താവ് ഇത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല,
കമന്ന് കിടന്ന് നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ അത് വെളിപ്പെടണം. അതിനാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് അകത്ത് വന്നപ്പോൾ ഇവിടെ ഈ ഹല്ലേലൂയ വെളിപ്പാടുകൾ ദൈവം കൊടുത്തെങ്കിൽ നിങ്ങൾക്കും അത് ലഭ്യമാകും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുക. ആമേൻ. 2 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായം 1-2 വാക്യങ്ങൾ ചിലത് മാത്രം പറയാം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ എന്തിനാ ഈ ആരോഗ്യമില്ലാതെ കിടന്ന് അലയ്ക്കുന്നത്? പെട്ടെന്ന് വായിച്ചേ. ദൈവാത്മാവ് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. 2 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാവിത്. ഇശായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു, ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു, യാക്കോബിൻ ദൈവത്താൽ അഭിഷക്തൻ, ഇസ്രായേലിൽ മധുരഗായകൻ തന്നെ. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, അവന്റെ വചനം എന്റെ നാവിന്മേൽ ഇരിക്കുന്നു. ദാവീദ് വെളിപ്പെടുത്തുന്ന വിഷയം നിങ്ങൾ എന്നെ വളരെ ശ്രദ്ധിക്കണേ. ഒരു മനുഷ്യൻ ഉറപ്പായി പറയുന്ന സാക്ഷ്യമാണ്. ഈ അനുഭവം നമുക്ക് വേണം. വളരെ ശ്രദ്ധിക്കണേ മക്കളെ, വളരെ ശ്രദ്ധിക്കണം. അതിന്റെ 2-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ, അല്പം കൂടെ ശബ്ദത്തിൽ വായിച്ചേ. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ബാക്കി വായിക്കണം, ശ്രദ്ധിച്ചേ. ഒരു മനുഷ്യന്റെ ഒരു സാക്ഷ്യമാണ്. അദ്ദേഹം പറയുന്നത് എന്നിൽ ആര് സംസാരിക്കുന്നു? വളരെ ശ്രദ്ധിച്ചു കേട്ടെ. ആര് സംസാരിക്കുന്നു? ഉറക്കെ പറഞ്ഞേ. ദൈവത്തിന്റെ ആത്മാവ് ദാവീദിൽ സംസാരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് സംഗീതം അയാൾ ചമച്ചത്. വെളിപ്പാടോടെ സങ്കീർത്തനങ്ങൾ എഴുതി. എന്തുകൊണ്ടാ? ദൈവത്തിന്റെ ഇത് നിങ്ങൾക്ക് എനിക്ക് പറയാൻ പറ്റണം. എന്നിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. എന്നിൽ പുതിയ നിയമത്തിലുള്ളവർക്ക് ശക്തമായി പറയാൻ പറ്റണം, എന്നിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. പറയാൻ പറ്റണം. ഉറങ്ങാൻ കിടന്ന ദുർസ്വപ്നങ്ങൾ മാത്രം കാണുന്ന പ്രവണതയൊക്കെ അവസാനിക്കണം. കണ്ണടച്ച് ധ്യാനിച്ച മൊത്തം പേക്കിനാവ് കാണുന്ന അവസ്ഥകൾ മാറണം. സഭയ്ക്കകത്ത് വെളിപ്പാട് പറയുന്നവരുണ്ടാകണം. സ്തോത്രം. സഹോദരന്മാരെ, ദാവീദ് പറയുക, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു. അയാൾ എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങൾ കണ്ടോ? വെളിപ്പാടുകളാ. മുൻപും പിൻപുമുള്ള കാര്യങ്ങൾ അദ്ദേഹം എഴുതി. ദൈവം തന്നിൽ സംസാരിച്ചിട്ടാണ് എഴുതുന്നത്. അപ്പൊ നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളിൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ലേ? ദൈവം നിങ്ങളിൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് ചിലത് ചെയ്യാൻ പറ്റത്തില്ലേ? ദൈവം നിങ്ങളോട് ഇടപെടുന്നത് പുറത്തു കൊടുക്കാൻ പറ്റത്തില്ലേ? നമുക്ക് പറയാൻ പറ്റണം, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു. സ്തോത്രം. പോയ പോക്ക് കണ്ടോ? വലിയ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാ. നിസ്സാരമായി പ്രാപിക്കാൻ പറ്റുന്ന വിഷയം. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ്. ഇന്നലെ നമ്മൾ എന്താ കേട്ടെ? ഉണങ്ങിയ അസ്ഥിയോട് പ്രവചിക്കാൻ പറയുന്ന ദൈവ ശബ്ദം. സ്തോത്രം. വലിയ ഹല്ലേലൂയ ബാധകളും പ്രശ്നങ്ങളും മുടന്തനും ക്യാൻസർ രോഗിയൊക്കെ വരും. പരിശുദ്ധാത്മാവ് ഇടപെടണം. പരിശുദ്ധാത്മാവ് ഇടപെടണം. നിന്റെ വീടിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഇടപെടണം. നിന്റെ ഭാവിയെ കുറിച്ച് ഇടപെടണം. വരാൻ പോകുന്ന അനർത്ഥത്തെ കുറിച്ച് ഇടപെടണം. ദൈവവചന വെളിപ്പാടുകൾ ഇടപെടണം. അങ്ങനെയെങ്കിൽ സഭയ്ക്കകത്തുനിന്ന് പാട്ടുകൾ പുറത്ത് ഒരു സ്റ്റെവിലിൻ മാത്രം എഴുതത്തില്ല, എല്ലാവരും എഴുതും. നല്ല പാട്ടുകൾ, നല്ല പ്രവചന ശബ്ദങ്ങൾ. അടുത്തെന്നതാ പുള്ളി പറഞ്ഞത്? അവന്റെ വചനം എന്റെ നാവിന്മേൽ ഇരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ അവനിൽ സംസാരിക്കുന്നു. ദൈവത്തിന്റെ വചനം അവന്റെ നാവിന്റെ മേൽ ഇരിക്കുന്നു. ഇതൊരു ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധ ആത്മാവ് തരുന്ന വചനങ്ങൾ, പരിശുദ്ധാത്മാവ് തരുന്ന വാക്കുകൾ നമ്മോട് ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കണം. നമ്മൾ ഇതിനകത്ത് പ്രവചിക്കണം. അതാ കർത്താവ് ഇഷ്ടപ്പെടുന്നത്. ആ ദാവീദിനെ കുറിച്ച് തന്നെ പുകഴ്ത്തിക്കൊണ്ട് ആദ്യത്തെ 1-ാമത്തെ വാക്യം പറഞ്ഞു. ആധികാരികമായിട്ടാണ് പറയുന്നത്. ഞാൻ പറയുകയാ, ദൈവത്തിന്റെ ആത്മാവിനിൽ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നമ്മോട് സംസാരിപ്പാൻ ദൈവമുണ്ട്. നമ്മുടെ അധരത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഇരിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടാൻ കൊതിക്കുന്നുണ്ട്. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ നമ്മൾ വളരെ വ്യക്തമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ഈ ആത്മാവിലാണ് പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചത്, വെളിപ്പാടുകൾ വിളിച്ചു പറഞ്ഞത്, ആഴമായ വചന സത്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റിയത്. ആമേൻ. അങ്ങനെയാ. സ്തോത്രം. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചു തന്നെ. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 21. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. പത്രോസ് പ്രവചനത്തെ കുറിച്ച് പറയുക. പ്രവചനത്തെ കുറിച്ച് പത്രോസ് പറയുക, എന്റെ ചിന്ത ഇത് നമുക്ക് പറ്റുമോ എന്നുള്ളതാ. നമുക്ക് പറ്റുമോ എന്നുള്ളതാ നമ്മുടെ ചിന്ത. ഞാൻ പറഞ്ഞല്ലോ, ഈ സഭായോഗത്തിന്റെ അകത്ത് നമ്മുടെ ശരീരത്തെ ഇത് തൊടത്തില്ല, നമ്മുടെ മനസ്സിനെ ചിലപ്പോൾ ആത്മീയരല്ലെങ്കിൽ മനസ്സിനെ തൊടത്തില്ല,
രോഗം മാറുന്ന ഫീല് വരത്തില്ല, എന്തോ ഒരു റിലീഫ് വരുന്നത് പോലെ തോന്നത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് തീർത്തും ആത്മീകമായ വിഷയമാണ്. ആത്മീകന് മാത്രം ഗ്രഹിക്കാനും ദൈവം ഹല്ലേലൂയ ഗ്രഹിപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വീകരിക്കാൻ തയ്യാറായാൽ അവന് മാത്രം മനസ്സിലാകുന്ന വിഷയമാണ്. സ്തോത്രം. നമ്മളുടെ പ്രശ്നം എന്നതാ? പരിശുദ്ധാത്മാവിന്റെ അഭാവമല്ലേ? നമ്മൾ പ്രസംഗം കേട്ട് കൈയടിച്ച് പ്രാർത്ഥിച്ച് ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ പോലും നട്ടല്ലോടെ നിവർന്ന് വിശുദ്ധിയോടെ നിൽക്കാൻ പറ്റാത്ത നമുക്ക് ദൈവ ശബ്ദം വേണ്ടേ? ദൈവം നമ്മോട് ഇടപെടണ്ടേ? ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അകത്ത് വേണ്ടേ? ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് ഇല്ലാത്തതാണ് നമ്മുടെ പരാജയത്തിന് കാരണം. നമ്മൾ തോന്നിയ വഴിക്ക് നടക്കുന്നത്. പക്ഷെ ദാവീദ് പറയുന്നു, പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്. പത്രോസ് പറഞ്ഞത് വായിച്ചേ, പ്രവചനം ഒന്നും മാനുഷികമല്ല, അത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ മനുഷ്യൻ സംസാരിക്കുന്നതാ. സംസാരിക്കുന്നത് എവിടം കൊണ്ടാ സംസാരിക്കുന്നേ? നാവ് കൊണ്ട്. ദൈവത്തിന്റെ വചനം ദാവീദിന്റെ നാവിന്മേലിരിക്കുക. ദൈവം കൊടുത്തതാ. ആത്മാവ് തന്നിൽ സംസാരിക്കുക. ആത്മാവ് സംസാരിക്കുന്നത് നാവിൽ കൂടെ വരുമ്പോഴാണ് അടുത്തിരിക്കുന്നവൻ അതൊരു പ്രവചനമായി മാറുന്നേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ഇത് കുറെ നേരം ശുശ്രൂഷിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഇതിന്റെ അന്തരീക്ഷം കണ്ടോ? അതിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു പവർ ക്യാമ്പോ അല്ലെങ്കിൽ പരിശുദ്ധാത്മ നിയോഗമൊക്കെ എടുക്കാനിരിക്കുന്ന ഒരു ക്രൗഡിൽ ചെന്ന് ഇത് പറഞ്ഞാൽ പിന്നെ എന്നെ പ്രസംഗിക്കാൻ സമ്മതിക്കത്തില്ല. ഇനി പ്രസംഗിക്കാൻ സമ്മതിക്കത്തില്ല. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറയും. ദൈവ സാന്നിധ്യം ഇറങ്ങും. ഇതിനകത്ത് വാഞ്ചയില്ലാത്ത ജനമാണ് ഇരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിന് ഒട്ടും താല്പര്യമില്ല. നമ്മോട് ഇഷ്ടം തോന്നണം. ഈ വചനം കേൾക്കുമ്പോൾ ദാഹം തോന്നണം. നിങ്ങളിപ്പോ ഇരിക്കേണ്ടത് എങ്ങനെയെന്നറിയാമോ? സദ്യ എല്ലാം തീർന്നിട്ട് അടപ്രഥവന് നോക്കിയിരിക്കില്ലേ? ചിരിച്ചുണ്ടോ? അടപ്രഥവന് നോക്കിയിരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാ ഈ കേറാനേ ഒരു ഇടിയുണ്ട്. ഇതെല്ലാം എന്നിട്ട് അവസാനം ഇതെല്ലാം നീക്കി വെച്ചിട്ട് ഒരു ഇരിപ്പുണ്ട്. വരട്ടെ എന്ന്. ഇപ്പൊ ഇതിരിക്കുന്ന എന്നാന്നറിയോ? ഇപ്പൊ നിങ്ങളുടെ ഇരിപ്പ് എന്നാന്നറിയാമോ? അടയും കടലയും സേമ്യവും പിന്നെ എന്തെങ്കിലും കൂടെ എല്ലാം കയറ്റി വെച്ച് ഈ അടുത്തിരുന്നവൻ എഴുന്നേറ്റ് പോയെങ്കിൽ ഈ അറ്റത്തിരുന്ന ആൾ എഴുന്നേറ്റല്ലേ സദ്യ വിട്ട് പോകാൻ പറ്റും നമ്മൾ തിന്ന് നിറഞ്ഞാലും. അപ്പൊ അവനെ പ്രായിക്കൊണ്ടിരിക്കും. ഇവ എന്തോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എഴുന്നേറ്റ് പോകണില്ല. എനിക്ക് ആ ഇരിപ്പ നിങ്ങളുടെ മുഖം കണ്ട എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അതല്ലെങ്കിൽ എന്റെ തെറ്റെന്ന് ഞാൻ പറയും. നിങ്ങളുടെ മുഖം കണ്ട എനിക്ക് തോന്നുന്നത് അങ്ങനെയാ. സ്തോത്രം. ഇത്രയും കൃത്യമായിട്ട് കാര്യം ദൈവം തന്നത് പറയുമ്പോൾ ഒരു ഹല്ലേലൂയയും ഇല്ല, ഒരു സ്തോത്രവും ഇല്ല, എന്നെ നിറയ്ക്കണമെന്ന ഒരു പ്രാർത്ഥന ശബ്ദം, യേശുവെ എന്ന് വിളിക്കുന്ന ഒരു വിളി ഒന്നുമില്ല. സ്തോത്രം. ഞാൻ എന്തെങ്കിലും തെറ്റു പറയുന്നുണ്ടോ? വളരെ ഗൗരവത്തോടെ പ്രാപിക്കാൻ ഒരുങ്ങുന്നവർ പ്രാപിക്കണം. സ്തോത്രം. ഏലിയ എലീശയോട് പറഞ്ഞതുപോലെ അത് പ്രയാസമുള്ള കാര്യം. അതുകൊണ്ടല്ലേ നമ്മൾക്കാർക്കും കിട്ടാത്തത്. കിട്ടുന്നവർ വില കൊടുത്തിട്ട് പ്രാപിക്കുന്നതാ. ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം അത് ചിലതിൻ്റെ മേൽ അസാധാരണമായി പകരും. സ്തോത്രം. അസാധാരണമായി പകരും. ഞാൻ പറയട്ടെ, സമയം നമ്മുടെ മുമ്പിലില്ല. പത്രോസ് പറയുക, പ്രവചനമൊക്കെ ഇത് നമ്മൾ വിശ്വസിക്കണം. പ്രവചനം പരിശുദ്ധാത്മ പ്രേരണ. അപ്പൊ മക്കളെ, എങ്ങനെയെങ്കിലും നമുക്ക് പ്രവചിക്കാൻ പറ്റും? പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച ഈ കാൽക്കുലേറ്റ് ചെയ്ത് ഗണിച്ചു പറയുന്നതല്ല പ്രവചനം. ഒരു ഉദ്ദേശം വെച്ച് പറയുന്നതല്ല പ്രവചനം. പരിശുദ്ധി ആത്മാവ് നിയോഗം തന്ന് നമ്മുടെ നാവിൽ കൂടെ വരുന്ന പ്രവചനം അത് നടന്നിരിക്കും, അത് സംഭവിച്ചിരിക്കും. അതുകൊണ്ട് ഈ നാവിനെ പ്രത്യേകിച്ച് ഹല്ലേലൂയ കടിഞ്ഞാണ്ടിടാനൊക്കെ ഇന്നലെയും പറഞ്ഞ് നാവിനെ സൂക്ഷിക്കാൻ പറയുന്നേ. അത് വില കൊടുക്കുന്നവർക്കേ പറ്റത്തുള്ളൂ. നമ്മളെല്ലാവരും ഹല്ലേലൂയ പറയും. ഇന്നലെയും നാവിനെ ദുരുപയോഗം ചെയ്തവരും ഹല്ലേലൂയ പറയും. നാളെയും അവർ ദുരുപയോഗം ചെയ്യും. പക്ഷെ അതിന് ആമേൻ പറയും. ഒരു തീരുമാനം നമുക്ക് വേണം. എന്നിൽ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. പരിശുദ്ധ വചനം, പ്രവചന ശബ്ദം, ദൈവത്തിന് പറയാനുള്ള ദൂത് എൻ്റെ നാവിൽ കൂടെ തരണം. അതാ പത്രോസ് പറയുന്നത്, ഈ പ്രവചനം ഹല്ലേലൂയ സ്വയമായി വന്നതല്ല, സ്വയമായി വരത്തില്ല, പരിശുദ്ധാത്മ പ്രേരണയിലാണ് വരുന്നത്. നിങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങൾ സ്വയമായി വരുന്നതെന്ന് ചിന്തിക്കരുത്. ദൈവാത്മ പ്രേരണയിൽ ഞാൻ സംസാരിക്കുക. ഞാനിവിടെ പ്രസംഗിക്കുന്ന വചനങ്ങൾ ദൈവം തന്നെന്ന ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ധൈര്യത്തോടെ ഞാൻ പറയുന്നത്. കർത്താവിൽ നിന്ന് പ്രാപിച്ച് പറയുന്ന ദൂതുകളാ. ആമേൻ. ആശയങ്ങൾ ദൈവം തരുന്നതാ. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ദൈവത്തോട് പറയണം, കർത്താവേ ഈ ആത്മസാന്നിധ്യം എനിക്ക് തരണം. അപ്പൊ ഈ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം ഉപരിപ്ലവമായ ഒരു ഇളകി മറിയുന്ന അനുഭവത്തിൽ ആത്മീക അന്തരീക്ഷം കിടക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കാതലായി സ്തോത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ? ഒരു ഹല്ലേലൂയ തീപിടുത്തം ഉണ്ടായാൽ തിരിഞ്ഞു നോക്കുന്നവന് മനസ്സിലാകും ഇവിടെ തീ പിടിച്ചു എന്ന്.
അതിനാ തീ പിടിച്ചു എന്ന് പറയുന്നേ? നോക്കുന്നവൻ പറയും ഇവിടെ കുറെ കത്തി കരിഞ്ഞിട്ടുണ്ട്, ഇവിടെ തീ കത്തിയിട്ടുണ്ട്. സ്തോത്രം. നല്ല മഴ പെയ്താ പറയും ഇവിടെ ഭയങ്കര മഴ പെയ്തിട്ടുണ്ട്. കൃപയാൽ നമ്മുടെ ആലയത്തിനകത്ത് എന്തൊക്കെ നടന്നാലും നമ്മളെ തിരിഞ്ഞു നോക്കുന്നവർക്ക് ഒന്നും മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല. ആ പരിപാടി അവസാനിക്കണം. ഇതിനകത്തുനിന്ന് പ്രോഡക്റ്റുകൾ പുറത്തു വരണം. ഇത് ഫലം കായ്ക്കാൻ തുടങ്ങണം. നമ്മുടെ കൊച്ചുമക്കൾ പ്രവചിക്കാൻ തുടങ്ങണം. ഇതിനകത്ത് അസാധാരണ വെളിപ്പാട് പറയാം. 5ാം ക്ലാസ്സിന്റെ അകം കാണാത്ത വ്യക്തികൾ ഇന്നില്ല. അങ്ങനെ ഉള്ളവർ പണ്ട് പ്രസംഗിച്ചത് നമുക്കറിയാം. അവരെങ്ങനെയാ പ്രസംഗിച്ചത്? ഞാൻ പറയാത്ത വെളിപ്പാട് എങ്ങനെയാ പറഞ്ഞേ? വലിയ ഡിഗ്രിയൊക്കെ ഉണ്ടായിട്ട് ഒരു ആലോചന പറയാൻ പറ്റാതിരിക്കുന്ന ഇടത്ത് ഞാൻ പറയട്ടെ, ഇതിന്റെ അകത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ഈ വചനത്തെ വ്യക്തമായി വിവേചിച്ചു കൊടുക്കണം. സുവിശേഷം പറയാൻ പോകുന്നവർ പ്രാർത്ഥിക്കണം. അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോ എന്നാ പറയണമെന്ന് നീ അറിയണ്ട. ആത്മാവ് തരാൻ ശക്തിയുണ്ട്. ഹല്ലേലൂയ. വചനം വായിക്കാനും വചനം ഗ്രഹിക്കാനും ഒക്കെ കൃപ ചെയ്ത് എത്രയോ വർഷങ്ങൾ കൊണ്ട് പ്രസംഗം കേൾക്കുന്ന നിന്റെ അകത്ത് കിടക്കുന്ന വചനം ആത്മാവ് പുറത്തെടുക്കാൻ തുടങ്ങണം. മറ്റുള്ളവർക്കായി നീ സംസാരിക്കാൻ തുടങ്ങണം. പരാജയം നിന്റെ ജീവിതത്തിൽ സംഭവിക്കരുത്. ആത്മസാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടുന്നെങ്കിൽ അതിന്റെ ഫലം പുറത്തു വരണം. നിങ്ങൾ പറ, പരിശുദ്ധാത്മാവ് വന്നു, ശുദ്ധീകരണം എന്താണെന്നു നീ വെടിപ്പോടെ ജീവിക്കുന്ന കാണുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. ആത്മസാന്നിധ്യത്തിൽ വന്ന് കൈയടിച്ച് അന്യഭാഷയം പറഞ്ഞിട്ട് ബിവറേജസ് നിൽക്കുമ്പോഴാണോ ദൈവ സാന്നിധ്യം മഹത്വപ്പെടുന്നേ? അടുത്ത വീട്ടുകാരോട് തല്ലുണ്ടാക്കുമ്പോഴാണോ ദൈവ സാന്നിധ്യം മഹത്വപ്പെടുന്നേ? ആത്മാവ് നിന്നെ കീഴ്പ്പെടുത്തുന്നത് മറ്റുള്ളവർ കാണുമ്പോഴല്ലേ? ആത്മാവ് നിന്നെ നടത്തിയിട്ട് നീ സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴല്ലേ? ഗൗരവമുള്ള കാര്യങ്ങൾ നീ സംസാരിക്കുമ്പോഴല്ലേ? നിന്റെ ജീവിതത്തിൽ പരിശുദ്ധി ആത്മാവ് ചിലത് ചെയ്യുമ്പോഴല്ലേ പെന്തക്കോസ്ത് നാളിൽ വന്ന അത്ഭുതം മറ്റുള്ളവർക്ക് വരത്തുള്ളൂ. ഇവിടെ യവൻ ഇന്നലെ ഇവിടെ കറങ്ങിക്കൊണ്ടു, യവ ഇപ്പൊ വചനം പറയുന്നു ഇത്ര ആധികാരികമായിട്ട്, അസാധാരണമായിരിക്കുന്നല്ലോ എന്ന് തോന്നുന്നത് സ്തോത്രം. ഇറക്കുമതി ചെയ്യുന്ന ആരെങ്കിലും എന്ന് നിന്റെ ദേശത്തിൽ പറയുമ്പോഴല്ല. ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ നീ ആലയത്തിൽ വന്നിരുന്ന ദൈവ സാന്നിധ്യത്തെ പ്രാപിച്ച് നീ പറയുന്ന ആത്മീക മർമ്മങ്ങൾ കണ്ട് ചിലർ ഞെട്ടട്ടെ. പ്രവചന ദൂതുകൾ നിങ്ങൾ പറയുന്നത് കേട്ട് മറ്റുള്ളവർ അതിശയപ്പെടട്ടെ. അത് അതിൻ്റെ കൂടെ സംഭവിക്കുന്നത്. പ്രധാന കാര്യം ദൈവസഭയുടെ വളർച്ചയാ. അനേക ആത്മാക്കൾ വിടുവിക്കപ്പെടണം. അപ്പൊ ഹാലിൽ എത്ര പേര് പ്രാർത്ഥിക്കും? സ്തോത്രം. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു റിക്വസ്റ്റിന്റെ അകത്ത് ഇതില്ല. വളരെ ചുരുക്കം പലരാ പ്രാർത്ഥിക്കണം, അന്യഭാഷ കിട്ടണം എന്നൊക്കെ പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം പാസ്റ്ററെ ഇൻക്രിമെന്റ് കിട്ടുന്നില്ല, പ്രൊമോഷൻ തടയപ്പെട്ടിരിക്കുന്നു, പിണങ്ങല്ലേ? ആരെങ്കിലുമൊക്കെ പറഞ്ഞ പോലെ ആയിപ്പോ. വരുന്ന വിഷയം, വീടില്ല, ഒരു 2 റൂമൂടെ മുകളിൽ പണിയാൻ ആഗ്രഹിക്കുന്നു, വണ്ടി തീരെ ഇതായി, മാറ്റണമെന്ന് ഒരാഗ്രഹമുണ്ട്. ദൈവാലോചന ചോദിക്കുന്നത് ഇങ്ങനത്തെ വിഷയത്തിനാ. സ്തോത്രം. ആ ദൈവാലോചന തെറ്റാതെ പറഞ്ഞ് വിടുതലായവർ പോലും അതേ അതരത്തിൽ കൂടെ വരുന്ന ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കത്തില്ല. അതൊരു വലിയ വിരോധാഭാസമാണ്. നമുക്കൊരു മാറ്റം വരണം. നമ്മുടെ ചർച്ചിനൊരു മാറ്റം വരണം. നമ്മുടെ വിശ്വാസം ബൈബിളിന് അടിസ്ഥാനമായി ഉറച്ചതാകണം. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും പ്രവചന ശബ്ദം കേൾക്കും. അങ്ങനെ സഭ ഒരുങ്ങിയാൽ എല്ലാ ആഴ്ചയും ഇതിനകത്ത് വരുന്ന വ്യക്തികൾ ആത്മാവ് വിവേചിക്കും. ഇതിനകത്ത് കരച്ചിലുണ്ടാകും, മാനസാന്തരമുണ്ടാകും. ആത്മഹത്യ ചെയ്യാൻ വരുന്നവൻ അത് വിട്ടുതിരിഞ്ഞ് സന്തോഷത്തോടെ ആരാധിക്കും. പ്രശ്നങ്ങൾക്ക് പരിഹാരം വരാൻ തുടങ്ങും. കാരണം ഈ പ്രാർത്ഥിക്കുന്നവന്റെ അധരത്തിൽ നിനക്കുള്ള ദൂത് തരും. സഭ ഒരുങ്ങണം. കേവലമായി എന്തോ വലിയ സംഭവം നടക്കും, വാലല്ല തലയാക്കും എന്ന് പറയുമ്പോൾ കൈയടിക്കുന്ന നീ നിന്റെ കുറവ് ഉണർത്തുന്ന പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കാൻ പഠിച്ചാൽ, സ്തോത്രം, പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇടപെടും. അത് നമുക്ക് ഗുണമായി മാറും. കരമെല്ലാം ഉയർത്തി ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് നമ്മോട് സംസാരിക്കുന്നത്. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ പ്രേരണ നമ്മുടെ അകത്ത് വന്നിട്ട് നമ്മൾ പ്രവചിക്കണം. ആമേൻ. ദാവീദ് പറയുന്നു, ആമേൻ, സ്തോത്രം, അഭിഷക്തൻ പറയുന്നു. അങ്ങനെയാ പറയുന്നത്. അഭിഷക്തൻ പറയുക, ഇസ്രായേലിന്റെ മധുരഗായകൻ പറയുക, തന്റെ പദവികളൊക്കെ പറയുന്നുണ്ട്. തനിയെ പറയുക, അഹങ്കാരമല്ല, ആ ഉറപ്പാ. എന്നിട്ട് അത് പറഞ്ഞതിന്റെ ആധാരം ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് എന്റെ അകത്തിരിക്കുന്നുണ്ടാ. ഞാൻ ഇതായത് ആത്മസാന്നിധ്യം എന്റെ അകത്ത് ചലിച്ചതുകൊണ്ടാ. അതാ ഹാലിൽ പത്രോസായത്. അല്ലെങ്കിൽ പിന്മാറ്റക്കാരനായ മീൻപിടുത്തക്കാരൻ എന്ന ലേബലിൽ അവസാനിക്കേണ്ടവൻ അസാധാരണ അപ്പോസ്തലനായത്. ചിലരിന്ന് അവനെ പോപ്പായും കൂടെ അംഗീകരിക്കുന്നില്ലേ? സ്തോത്രം. അതല്ലെങ്കിലും സ്തോത്രം, ആ പേര് അത്ര ഉയർന്നത് അവന്റെ അകത്ത് വെളിപ്പെട്ട അഭിഷേകമാണ്.
നമ്മുടെ അകത്ത് പരിശുദ്ധാത്മ സാന്നിധ്യം ശക്തമായി വെളിപ്പെടണം, ശക്തമായ അളവിൽ വെളിപ്പെടണം. സ്തോത്രം. പത്രോസ് പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയിലാണ് പ്രവചനം നടക്കുന്നത്. മറ്റൊരവസരത്തിൽ കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ വേണമെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ നാവിൽ നിന്റെ വചനം, നിന്റെ ആത്മാവിൻ്റെ പ്രേരണയാൽ എനിക്ക് പ്രവചിക്കണം, ആത്മീയ കാര്യങ്ങൾ സംസാരിക്കണം, ആത്മീയ കാര്യങ്ങൾ ഇടപെടണം. അങ്ങനെ പറയുമ്പോൾ ആ ദൂതുകൾ വിടുതലായി വരും. ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായിത്തീരും. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചേ. നിങ്ങൾ തയ്യാറായാലും ഇല്ലെങ്കിലും ഞാൻ കുറച്ച് സമയം പ്രാർത്ഥനയ്ക്ക് എടുക്കും. പെട്ടെന്ന് വായിച്ചേ. ന്യായാധിപന്മാർ 6:34. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളമൂതി അബിയേസരെ തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. ദൈവ സാന്നിധ്യം ഒരുത്തൻ്റെ മേൽ ഇറങ്ങി ആ നിമിഷം അവനൊരു സൈന്യാധിപനായി. സ്തോത്രം. ദൈവ സാന്നിധ്യം ഇറങ്ങിയ ആ സെക്കൻഡിൽ അവനൊരു ലക്ഷക്കണക്കിന് സൈന്യമുള്ള സൈന്യാധിപനായി യുദ്ധം ചെയ്തു. ഞാനത് വിശദീകരിക്കുന്നില്ല. കാര്യം എന്നാണെന്നറിയാമോ? ഞാനൊരു വലിയ തോൽവിയായിക്കൊണ്ടിരിക്കുക. ഇനിയും തോൽക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരാം. ഏമേൻ. ഇന്നലെ ഭയന്നിരുന്ന്, ഏമേൻ, സ്തോത്രം, നമുക്കറിയാം ഭാഗമൊക്കെ. മുന്തിരി ചെക്കിൻ്റെ അരികെ ഗോതമ്പ് മെതിച്ചവനാ മിദ്യാന്യരെ ഭയന്നിട്ട്. ആ മെതിച്ചവന്റെ മേൽ, ഭയന്നിരുന്നവന്റെ മേൽ അഭിഷേകം വന്നപ്പോൾ അന്ന് വരെ എതിർത്ത തകർത്ത ശത്രുവിനെ എതിരിട്ട് തോൽപ്പിക്കാൻ ഒരു സൈന്യത്തിന് നേതൃത്വം കൂടി. എനിക്ക് അത്ഭുതം തോന്നിയ ഒരു ഭാഗം, ആ ദൈവ സാന്നിധ്യം അവൻ്റെ മേൽ വന്നപ്പോൾ ഒരു വലിയ സൈന്യം അവൻ്റെ കൂടെ ചേർന്നു. അവൻ സൈന്യാധിപനായി. ദൈവം പറഞ്ഞു, ഈ ബലത്തോടെ പോ ഗിദെയോനെ, നീ ഒറ്റ മനുഷ്യനെ പോലെ ഈ സൈന്യത്തെ തോൽപ്പിക്കും. നിങ്ങൾക്ക് വല്ലതും പിടികിട്ടുന്നുണ്ടോ? അതിനകത്ത് വേറെ അസാധാരണ ബലം ഒന്നുമില്ല. ഇന്നലെ ഭയന്നിരുന്നവനാ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഒരു കാലത്തിൽ അഭിഷേകം നമ്മിൽ വന്നാൽ നമ്മൾ മാറും. പരിശുദ്ധാത്മാവ് വന്നാൽ ഇന്നലെ നീ ഭയന്ന പിശാചിനെ നീ തുരത്തും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ ഇന്നലെ തകർത്ത പിശാചിനെ നീ തകർത്തിരിക്കും. നിന്നെ ഭയപ്പെടുത്തിയ പിശാചിനെതിരെ നീ സംസാരിക്കും. നിനക്കെന്ത് കാര്യമെന്ന് ചോദിക്കും. അതിലുപരി അങ്ങോട്ട് ചെന്ന് മേലാൽ വരാതെ അതിനെ തകർക്കും. അതാ ഗിദെയോൻ ചെയ്തത്. തന്റെ സകല കുടുംബത്തിനു വേണ്ടി അവൻ യുദ്ധം ചെയ്തു. ആ സമൂഹത്തിന്, ആ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തു. ഇതാ യേശു കർത്താവ് പറഞ്ഞത്. ഉപവാസത്തിലൊക്കെ നമ്മൾ കേട്ടോണ്ടിരുന്ന അതാ. മടക്കി തരണമെന്ന് പറയുന്നില്ല. നമ്മളിപ്പോ എന്നാ സംഭവിക്കുന്നത്? 100 ലോടുക. ഏറ്റവും വലിയ വിശ്വാസികൾ എന്ന് പറയുന്നവർ പ്രതിരോധം തീർക്കുന്നുണ്ട്. എന്നെ തൊടത്തിൽ എൻ്റെ കുഞ്ഞിന് തൊടച്ചില്ല. വചനം കൊണ്ടും ആത്മാവ് കൊണ്ടും പ്രതിരോധം തീർക്കുക. അതിനെങ്കിലും കഴിയുന്നല്ലോ. പക്ഷെ അതിനല്ല കർത്താവ് വിളിച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, ഇതിനകത്തിരിക്കുന്ന ഏറ്റവും ചെറിയവനെന്ന് ലോകം പറയുന്നവന്റെ മേൽ അഭിഷേകം വന്നാൽ അവൻ ഏറ്റവും ഫ്രണ്ടിൽ വരും. ഒരു സൈന്യാധിപനായി അവൻ മാറി യുദ്ധം ചെയ്തു. അവൻ്റെ ജീവിതം ഹാലലുയ ദൈവം മാറ്റിമറിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുമക്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മേൽ അഭിഷേകം വന്ന എന്നായിരിക്കും? കുറെ അന്യഭാഷ മാത്രം തീരുമോ? സ്തോത്രം. ഇതിനകത്ത് 5-8 ഇന്ന് പ്രവചിക്കണമെന്ന് ആശയമില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നേ. വലിയ ആഗ്രഹത്തോടെ ഇന്ന് പ്രവചിക്കണം, ഇന്ന് പറയണം, വെളിപ്പാട് ഇന്ന് പറയണം. അതിന് പറ്റത്തില്ലയോ? അത് പറ്റും. അത് ആരുടെ കയ്യിലാ? പരിശുദ്ധാത്മാവിൻ്റെ അല്ലേ? പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നിയാൽ അവൻ ഇച്ഛിക്കുന്നത് പോലെ അതത് വരം ഇഷ്ടപ്പെട്ടവന് പകുത്തു കൊടുക്കും. അപ്പൊ പ്രാർത്ഥിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുക. ഇപ്പൊ ഇത് കേട്ടിട്ട് എന്തെങ്കിലും പ്രേരണ വരുന്നുണ്ടോ? നല്ല പ്രേരണ വരുന്നുണ്ട്. എന്തിനാ? വീട്ടിൽ പോയി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും ഇത് കേട്ട ഒരു ആരാധനയൊക്കെ ഇപ്പൊ വെളിപ്പെടും. ഈ സമയത്ത് അതിപ്പോ കേൾക്കൂല, കുറച്ചുകൂടെ കഴിയും. ശ്രോതരം ശ്രദ്ധിച്ച് കേട്ടെ. ഒരു മനുഷ്യന്റെ മേൽ ദൈവ സാന്നിധ്യം വന്നു. പ്രിയരെ, നമുക്ക് എന്തുകൊണ്ട് പ്രാപിക്കാൻ പറ്റുന്നില്ല? അന്ത്യകാലത്ത് സകല ക്രിസ്ത്യാനികളുടെ മേലും, സകല പെന്തക്കോസ്തുകാരുടെ മേലും, സകല ഉപവസിക്കുന്നവൻ, അങ്ങനെയാണോ? സകല ജഡത്തിന്റെ മേലും എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രാപിക്കാൻ പറ്റത്തില്ലേ? എനിക്ക് പ്രാപിക്കാൻ പറ്റത്തില്ലേ? സ്തോത്രം. അതിന് നിങ്ങൾ ഈ വചനത്തെ ഒന്ന് മാറോടണയ്ക്കണം. ഞാൻ പറഞ്ഞില്ലേ, വചനത്തിന്റെ ശക്തിയാലെ ഉപവാസത്തിൽ വിടുതൽ. ഈ വചനം അകത്തില്ലാതെ അഭിഷേകം പ്രാപിച്ച് കുലുങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ സംബന്ധിച്ചു തരത്തില്ല. കാരണം ആ കുലുക്കം കൊണ്ട് നിനക്കോ എനിക്കോ സഭയ്ക്കോ ദൈവത്തിനോ 10 പൈസയുടെ ഗുണം കാണത്തില്ല. ഉള്ളതാ പറയുന്നത്. ഒരു പ്രയോജനവും വരത്തില്ല. അടുത്ത പ്രശ്നം വരുമ്പോൾ നിങ്ങൾ കണ്ടം വഴി ഓടുന്നത് ഞാൻ കാണേണ്ടി വരും. അടുത്ത പ്രശ്നം വരും അയ്യോ എന്ന് വിളിക്കുന്ന കാണും. യഥാർത്ഥത്തെ ഫലം ചെയ്ത അടുത്ത പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഓടും. നീ ദാവീദ് നിന്നതുപോലെ നിൽക്കും. ശ്രോത്ര, നിനക്ക് നീ എന്തെങ്കിലും ചെയ്യും. അവ 5 കല്ലെടുത്തെങ്കിലും ചെയ്യും. കേട്ട ഏതെങ്കിലും വചനം നിന്റെ അകത്ത് ആത്മാവ് തരും. ആ വചനം എടുത്ത് നീ വീശും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ നീ വീഴിക്കും. അത് അഭിഷേകത്തിന്റെ പ്രത്യേകത.
അല്ലെങ്കിൽ നമ്മൾ മുഴക്കമുണ്ടാക്കും, കൈയടിക്കും, ബഹളം വെക്കും, പ്രശ്നത്തിന്റെ മധ്യത്തിൽ തകർന്നു പോകും. സ്തോത്രം, ആമേൻ. ഉപവസിക്കാൻ പറയുമ്പോൾ പാസ്റ്റർ വിറയിൽ വരുമെന്ന് പറയത്തില്ല. യഥാർത്ഥ അഭിഷേകം വന്ന നിയോഗമുണ്ടാകും, നമ്മൾ ഇരിക്കും, ആത്മാവിന്റെ ശക്തി പ്രാപിക്കും, കരുത്തരായി മാറും. ഞാൻ പറയട്ടെ, നമ്മളിവിടെ ഇങ്ങനെ ഈ മെസ്സേജൊക്കെ കേട്ട് നിങ്ങൾ ഒരുക്കപ്പെടുമ്പോൾ ഈ ഭാരതത്തിലെ സകല ദുർഭൂത ശക്തികളും ഇതിനെ വന്ന് വളഞ്ഞിട്ട് ഇപ്പൊ തകർക്കുമെന്ന് പ്രത്യക്ഷമായി എഴുന്നേറ്റ് നിന്നാലും ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞു പറയും, നീ നിന്റെ ജോലി നോക്കടാന്ന് പറയും. അത് ആത്മാവിന്റെ കരുത്ത്. കാരണം ആത്മാവ് അവരോട് പറയും, എന്നാ പറയുമെന്ന് അറിയാമോ? അവരോട് കൂടെ ഉള്ളതിനേക്കാൾ നിന്നോട് കൂടെ ഉണ്ട്. അവരോട് കൂടെ ഇല്ലാത്ത ഒരുവൻ എന്റെ അകത്തുണ്ട്. സ്തോത്രം. അത് ആത്മാവ് പറയാത്തടത്തോളം ബലം പ്രാപിക്കാൻ പറ്റത്തില്ല. ഞാൻ ആരെന്ന് എനിക്ക് ആത്മാവ് ബോധ്യം തരാത്തടത്തോളം കാലം എനിക്ക് ഹല്ലേലൂയ മനസ്സിലാകത്തില്ല. എൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം, പ്രത്യേകത എന്നാന്ന് നിങ്ങൾക്കറിയോ? എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സ്തോത്രം, അന്നൊരു പാസ്റ്റർ എന്ന് പറഞ്ഞ് എപ്പോഴും നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുമെന്നൊക്കെ, അതെൻ്റെ പ്രത്യേകതയേ അല്ല. എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ അകത്തുള്ളതാ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ അകത്തുള്ളതാണ് എൻ്റെ പ്രത്യേകത. അത് അവിടെ തന്നെ ഇരിക്കാൻ, എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാ. ആത്മാവിന്റെ സാന്നിധ്യം, ആ കർത്താവ് അകത്തിരിക്കാൻ എന്ത് ത്യജിക്കാനും ഞാൻ തയ്യാറാ. മനസ്സിലാവുന്നോ? ഈ വശത്തൊന്നും ഒരു ഹല്ലേലൂയ വരുന്നേ ഇല്ല. അതിൻ്റെ ആഴം മനസ്സിലായാലേ പറ്റത്തുള്ളൂ. എടാ, ജീവൻ തന്ന, പ്രാണനെ തന്ന, പ്രപഞ്ച സൃഷ്ടിതാവായ സർവശക്തനായ ദൈവം, വേഗം വരാൻ പോകുന്നവൻ, ഒന്നുമല്ലാത്ത എൻ്റെ അകത്തിരുന്നതില്ലേ എന്നെ വ്യത്യസ്തനാക്കുന്നേ. ആ ഒരു വെളിപ്പാടിനകത്ത് കയറി നോക്കിയേ. ആ വ്യത്യാസം മാത്രം പോരെ ജീവിതത്തിൽ. അതുപോലെ എന്നെ വ്യത്യസ്തനാക്കാൻ വേറെ എന്തിനെങ്കിലും പറ്റുമോ? അപ്പൊ അഭിഷേകം ചോദിക്കേ, പരിശുദ്ധാത്മാവ നമ്മെ വ്യത്യസ്തരാക്കുന്നത്. സ്തോത്രം. ഞാൻ പാർക്കുന്ന വീടും ഞാൻ ഓടിക്കുന്ന വണ്ടിയും എനിക്കുള്ള ഒന്നുമല്ല എന്നെ വ്യത്യസ്തനാക്കി നിർത്തുന്നേ. അതെന്നെക്കാൾ അധികമുള്ളവരുണ്ട്. പക്ഷെ 10 പൈസ എൻ്റെ കയ്യിലില്ലെങ്കിലും എന്നെ വ്യത്യസ്തനാക്കി നിർത്തുന്നത് എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകമാണെന്ന് തൻ്റെ ഇടത്തോടെ ഞാൻ പറയും. സ്തോത്രം. ഈ ഭൂമിയിൽ എനിക്കുള്ള അഹങ്കാരം അത് മാത്രമാണ്. ഈ ഭൂമിയിൽ ഞാൻ ചിന്തിക്കുന്ന നന്മ അത് മാത്രമാണ്. അതെൻ്റെ അകത്ത് തിങ്ങി നിൽപ്പാൻ, അതെൻ്റെ അകത്ത് വർദ്ധിച്ചു വരാൻ, അതെന്നോടൊപ്പം ചലിക്കാൻ, എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. എന്തും ത്യജിക്കാൻ ഞാൻ ഒരുക്കമാണ്. ദൈവസഭ അതിനൊരുക്കമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറ, യേശുവേ, ഈ ആത്മാവിന്റെ സാന്നിധ്യത്തെ എന്റെ അകത്തും തരണമേ. സ്തോത്രം. നിങ്ങൾ കൈയടിച്ചെങ്കിൽ ആ കൈയടിക്കൊരു വീര്യം പോരാ. സ്തോത്രം. നമ്മളെ വ്യത്യസ്തരാക്കുന്ന എന്നതാ വ്യത്യസ്തരാക്കുന്നേ? ആ ഒരു കാഴ്ചപ്പാടിലോട്ട് കയറിയേ. ഹല്ലേലൂയ. അഭിമാനത്തോടെ നടക്കാൻ പറ്റും. അതായിരിക്കണം നമ്മളെ വ്യത്യസ്തരാക്കുന്നേ. അതായിരിക്കണം നമ്മെ വ്യത്യസ്തരാക്കുന്നത്. അതിന്റെ ഗുണം എന്നാന്നറിയാമോ? ആ വ്യത്യാസം അവിടെയും പ്രതിഫലിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ, നമ്മൾ പറയണടാ, എന്നെ വ്യത്യസ്തനാക്കുന്നത് എൻ്റെ അകത്തുള്ള ആത്മാവാ. എൻ്റെ യേശു കർത്താവ്, പൗലോസിന്റെ ഭാഷ പറഞ്ഞ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലിരിക്കുന്നു. സ്തോത്രം. അതില്ലാത്തടത്തോളം കാലം ഒന്നും മനസ്സിലാകത്തില്ല. സ്തോത്രം. ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. സ്തോത്രം. ആശയം മനസ്സിലാക്കിക്കൊള്ളണം. ശക്തിപ്പെട്ട് കർത്താവിന് വേണ്ടി നിൽക്കണം. ഞാനൊക്കെ ചിലവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓടി മറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നിന്റെ അകത്ത് ആത്മസാന്നിധ്യം ഉണ്ടെങ്കിൽ പിശാചി നിന്റെ അടുക്കൽ നിൽക്കാൻ അറയ്ക്കും. സ്തോത്രം. ദൈവസഭയുടെ അടുക്കത്തില്ല. നമ്മളെ എങ്ങനെ വ്യത്യസ്തരായിട്ട് വെളിപ്പെടുത്തണം? കാണട്ടെ, ലോകം മുഴുവൻ കാണണ്ടേ നമ്മളെ. സ്തോത്രം. നമ്മുടെ അകത്തിരിക്കുന്ന ക്രിസ്തുവിനെ കാണണ്ടേ, നമ്മളുടെ അഭിഷേകത്തെ കാണണ്ടേ. ദൈവത്തോട് ചോദിക്കേ, കർത്താവിനോട് പ്രാർത്ഥിക്കേ. അപ്പൊ ഹല്ലേലൂയ, ഒറ്റ ദൈവ സാന്നിധ്യത്തിൽ ഗിദെയോൻ പുറത്തു വന്നു. അവനൊരു സൈന്യാധിപന്. ഇതിനകത്ത് പുറത്തു വരാനുള്ള സകലതും അടച്ചും ഒതുക്കിയും ഒന്നുമല്ലാതെയും. ആമേൻ. സ്തോത്രം. ഇന്നലകളിലെ പല കാരണങ്ങളും കാര്യങ്ങളും പറഞ്ഞ് അപകർഷതബോധങ്ങൾ പലതും കൊടുത്ത് ഒരറയ്ക്കകത്ത് ഒതുക്കി വെച്ച നീ അഭിഷേകത്തോടെ പുറത്തു വരണം. അതാ ഇന്നലെ നമ്മൾ കേട്ടത്. പരിശുദ്ധാത്മാ ശക്തിയിൽ കുതിച്ചു വന്ന് നിന്നെ അടുത്തിരിക്കുന്ന വ്യക്തി തിരിച്ചറിയണം. നിന്റെ അയൽക്കാരൻ തിരിച്ചറിയണം. നീ ഒരു അഭിഷക്തനെന്ന് നാട്ടുകാർ പറയണം, ലോകം പറയണം. അത് മാത്രം മതി വ്യത്യസ്തതയോടെ നിൽക്കാൻ. സ്തോത്രം. മറ്റുള്ളവരുള്ള വേറെ എന്തോ നോക്കി എന്തിനാ നമ്മൾ കിടന്നുകൊണ്ട്? ആമേൻ. സകലത്തെക്കാളും വിലയുള്ള ആമേൻ ഹല്ലേലൂയ പ്രിയ കർത്താവ് അകത്തുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ പിന്നെ അല്പമെങ്കിലും കുലുങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇതിനകത്തൊരു ടേസ്റ്റ് കിട്ടുന്നില്ലേ അല്ലേ? അതിപ്പോ ഉണ്ടായിട്ട് നമുക്ക് എന്നാ കാര്യം? സ്തോത്രം.
അതിലാണ് കാര്യമെന്ന് തിരിച്ചറിയുന്ന ഒരു സമയം വരും. അതിലാണ് കാര്യമെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യം വരുന്നൊരു സമയം വരും. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ശക്തമായി ജയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 19:11-12 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 19:11-12. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കയാൽ അവന്റെ മേമേലിൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ? പൗലോസിൽ കൂടെ നടക്കുന്ന, അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രയോഗം എന്നെ ശ്രദ്ധിക്കണേ. നിങ്ങൾക്കാർക്കും വേണ്ടില്ല, എനിക്കിത് വേണം. അസാധാരണ വീര്യപ്രവർത്തികൾ പൗലോസിൽ കൂടെ നടന്നു. എഫെസോസിൽ നടന്ന വീര്യപ്രവർത്തികൾ സാധാരണ നടക്കുന്നതല്ല, അസാധാരണമായി എന്ന് പറഞ്ഞാൽ ആദ്യ നൂറ്റാണ്ടിലെ സഭയെ പഠിച്ചാൽ സാധാരണ നടക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അപ്പോസ്തലന്മാർ നിൽക്കുന്നിടത്ത് ഒത്തിരി അത്ഭുതം നടക്കുക. പക്ഷെ ഇവിടെ അസാധാരണമായ വീര്യപ്രവർത്തി നടക്കുക. അസാധാരണമായ നമുക്ക് സാധാരണ പോലും നടക്കുന്നില്ല എന്ന നമ്മുടെ ഒരു ആശങ്ക, അത് മാറണം. അസാധാരണമായ വീര്യപ്രവർത്തി നടക്കുക. പൗലോസിന്റെ റൂമാലൊക്കെ കൊണ്ടിടുമ്പോൾ സൗഖ്യം നടക്കുന്നു, ഭൂതം എന്ത് ചെയ്യുന്നു? വിട്ടുപോകുന്നു. ഇതാ പരിശുദ്ധാത്മാവെന്ന് പറയുന്നേ. ശ്രദ്ധിക്കുന്നോ? മടുപ്പ് വരുന്നുണ്ടോ? മടുപ്പ് വരുന്നുണ്ടോ? ഇല്ല. ഒരു മനുഷ്യന്റെ റൂമാല് കൊണ്ടിടുമ്പോൾ ആത്മസാന്നിധ്യത്താൽ ഭൂതം വിട്ടുപോകുന്നെങ്കിൽ നീ ആത്മാവിൽ പറയുന്ന അന്യഭാഷയ്ക്കകത്ത് എന്തെങ്കിലും നടക്കണ്ടേ? നിങ്ങളുടെ വീട്ടിനകത്ത് എന്തെങ്കിലും നടക്കണ്ടേ? സ്തോത്രം. എൻ്റെ വീട്ടിനകത്ത് ഈ ആഴ്ചയിൽ ഒരു അത്ഭുതമെങ്കിലും കാണും. അത്ഭുതം കാണുമെന്ന് പറഞ്ഞാൽ തലമുറയുടെ വിഷയത്തിലായിരിക്കാം, എൻ്റെ വിഷയത്തിലായിരിക്കാം. പരിശുദ്ധാത്മാവ് ചെയ്യും. ദൈവം കർത്താവ് സൗഖ്യമാക്കുന്നതൊക്കെ എപ്പോഴും അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ട്. പ്രാർത്ഥനയിൽ കൂടെ വരുന്ന സൗഖ്യം, പ്രാർത്ഥന, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. നമ്മൾ ഹല്ലേലൂയ, ഞാൻ പറയും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ദൈവത്തോട് ചോദിക്കണം. ആ എക്സ്പീരിയൻസ് എനിക്ക് വേണം. ഞാൻ വലിയ സംഭവം എന്നല്ല പറഞ്ഞത്, പക്ഷെ അനുഭവിക്കുന്ന കാര്യം പറയുക. വിടുതൽ ഇത് പോരാ, വീര്യപ്രവർത്തികളും പോരാ, സാധാരണ പ്രവർത്തികൾ പോരാ, അസാധാരണമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് പോരാ. നമുക്കിത് എന്നോട് പറയുന്നവരോട് ഞാൻ പറയും ഇത് പോരാ. നല്ലതാ, പക്ഷെ ശരിയാ, സന്തോഷം, പക്ഷെ ഇത് പോരാ. അസാധാരണ വീര്യപ്രവർത്തികൾ നടക്കാൻ തുടങ്ങി. അസാധാരണമായി നടന്നതുകൊണ്ട് ജനം പറഞ്ഞത് അസാധാരണ വീര്യപ്രവർത്തി. ഞാൻ പറയുന്നത് ഒരു ഹല്ലേലൂയ റൂമാല് കൊണ്ട് ഇടുമ്പോൾ രോഗം സൗഖ്യമാകുന്ന തലത്തിൽ പരിശുദ്ധാത്മാവ് ചലിച്ചെങ്കിൽ നമ്മളുടെ അകത്തുള്ള അഭിഷേകം ഒന്ന് പുറത്തു വന്നേ പറ്റൂ. അഭിഷേകം പ്രാപിക്കാത്തവർ ആ നിലയിൽ വരണം. എന്നിട്ട് ദാവീദ് പറഞ്ഞതുപോലെ പറയണം, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുന്നു, ആത്മാവിൽ ഞാൻ അന്യഭാഷ പറയുന്നു, ആത്മാവിൽ ഞാൻ പാടുന്നു, സങ്കീർത്തനത്താൽ സ്തുതിയാൽ ആത്മീക ഗീതത്താൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയണം. അങ്ങനെയുള്ള സ്തുതി ലെവല് മാറുന്നതാ, അസാധാരണമായി മാറും. നിങ്ങൾ മനസ്സിലാക്കുന്നു വിശ്വസിച്ച് ഞാൻ ഒറ്റ ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16 വരുമ്പോൾ പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്ത് ആധിപത്യം നടത്തുക. നിങ്ങൾക്കറിയാം, പൗലോസിന് ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പൗലോസിനെ വിലക്കി. ബിഥുന്യയിൽ പോകാൻ ശ്രമിക്കുമ്പോൾ ബിഥുന്യയിൽ പോകരുതെന്ന് പരിശുദ്ധാത്മാവ് തടുത്തു. സ്തോത്രം. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. ആത്മാവ് തടുക്കുന്നു. ഞാൻ സാധാരണ പറയും, ബിവറേജസിൽ പോയപ്പോൾ തടുത്ത കാര്യം അല്ല പറയുന്നത്, അത് നമുക്ക് മനസ്സിലാകും. അതിനൊട്ട് പരിശുദ്ധാത്മാവ് ഇടപെടേണ്ട കാര്യവുമില്ല. ഇനിയും പറഞ്ഞാൽ നിങ്ങൾ ക്ഷീണിക്കും. എൻ്റെ പ്രിയരെ, ഉപവാസത്തിൻ്റെ 14ാമത്തെ ദിവസം ആഹാരം കഴിക്കാതെ നിന്നുകൊണ്ട് ഞാൻ ഈ ഒച്ച എടുക്കുമ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നതിന് കർത്താവ് ഇടപെടും കേട്ടോ. ഒരു സ്തോത്രം പോലും പറയാതെ വെടുപ്പിനിരുന്ന് അങ്ങ് ഷോ കാണും പോലെ ഇരിക്കുക. ഇവൻ തളർന്ന് വീഴണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വീഴത്തില്ല, വീഴ്ത്താൻ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, സ്വയബലത്തിലാണ് ആഗ്രഹിച്ചതെങ്കിൽ കഴിച്ചിട്ട് നിൽക്കണം. സ്വയബലത്തിലല്ല ആശ്രയം, പരിശുദ്ധാത്മാവില. സ്തോത്രം. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വ്യക്തതയോടെ സംസാരിച്ചു മക്കളെ, പരിശുദ്ധാത്മാവ് വരുതെന്ന്. ഞാൻ കിടന്ന് അലക്കേണ്ടി വരത്തില്ല. പലതും ആത്മാവിന് നിങ്ങൾക്ക് ബോധ്യം വരും. പോണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? ബേറേഴ്സ് പോകരുത്, മദ്യം കുടിക്കരുത്. ഞാൻ ആ ഗ്ലാസ്സിൽ ഒഴിച്ചപ്പോൾ തന്നെ ആത്മാവ് എന്നെ തടുത്തു. അതിനെ തടുക്കുന്നതുകൊണ്ട് വിവേകം തന്നിട്ടുണ്ട്, ഭജന നിന്റെ അകത്തുണ്ട്. സ്തോത്രം. പിടിച്ച് കയ്യൊന്നും കുലുക്കേണ്ട, അടിച്ചിലിട, എന്ത് ചെയ്യരുത്, ചെയ്യേണ്ടത് നമുക്ക് തിരിച്ചറിവ് നമുക്ക് തന്നിട്ടില്ലേ? അതിനൊന്നും പരിശുദ്ധാത്മ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് ആത്മാവ് സംസാരിക്കുന്നത് സംസാരിച്ചോട്ടെ, ഞാൻ വിരോധിക്കുന്നതല്ല. അതിനേക്കാൾ എത്രയോ അപ്പുറത്ത് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ മനുഷ്യനോട് പറയാം, നീ പോണ്ട, അതല്ലേ പ്രയോജനമുള്ള കാര്യം. പോണ്ട എന്ന് പറഞ്ഞു. സ്തോത്രം. ആസിയയിലും ബിഥുന്യയിലും, അവിടെ നിങ്ങൾ പഠിച്ചാൽ ആസിയയിലും ബിഥുന്യയിലും ഏഷ്യയിലും ഈ ബിഥുന്യ പ്രദേശത്തിലും പോകുന്നത് സാധാരണ കാര്യമോ? പൗലോസിനെ സംബന്ധിച്ച് സാധാരണ കാര്യമോ? അവർ സാധാരണ പോകുന്നത് എന്ന് പറഞ്ഞാൽ ബിലിൽ പാസ്റ്റർ അമരവളയിൽ, നെയ്യാറ്റിൻകരയിൽ, കൊല്ലത്തൊക്കെ പോയതുപോലെ
സാധാരണ സംഭവിക്കാം. ഇപ്പം ഈ സഭ ഇരുന്നുകൊണ്ട് ചിന്തിച്ചാൽ നമ്മൾ എത്ര പറയും? 10 കിലോമീറ്റർ ചുറ്റളവ് ഞങ്ങൾ അവകാശം പറയുന്നു കർത്താവേ. അതിനാ 10 കിലോമീറ്റർ ആയിപ്പോയെ. നമ്മുടെയൊക്കെ ഒരു ടാർഗറ്റ് അത്രയാണ്, അവിടെ സാധാരണയാണ്. പക്ഷെ പരിശുദ്ധാത്മ വിലക്കി വെച്ച് ഇവരെ യൂറോപ്പിലോട്ട് പറഞ്ഞു വിട്ടു. സ്തോത്രം. ശുശ്രൂഷയ്ക്കായിട്ട് പറഞ്ഞു വിട്ടു, ദർശനം കൊടുത്ത് പറഞ്ഞു വിട്ടു. അവിടെ സംഭവിച്ചൊക്കെ നമുക്കറിയാം. അടി കിട്ടി, കാരാഗ്രഹത്തിലായി, കാരാഗ്രഹം തുറന്നു. പക്ഷെ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു, സുവിശേഷം വെളിപ്പെട്ടു. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു ഗുണവുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനങ്ങ് പറയുക, ചരിത്രം നിങ്ങൾ പഠിച്ചാൽ അങ്ങനെ തന്നെയാ ഉള്ള മനസ്സ് തുറന്നാ പറയുന്നത്, അങ്ങനെ തന്നെയാ. സ്തോത്രം. ഒരു ഗുണവുമില്ലെന്ന് വിശ്വസിച്ചിട്ടാണ് ഇപ്പം ഈ പറയുന്നത്. ചരിത്രം നിങ്ങൾ പഠിച്ചാൽ സ്തോത്രം, സുവിശേഷത്തിൻ്റെ ഇരുണ്ട കാലഘട്ടത്തിൽ ഏറ്റവും സുവിശേഷത്തിന് വേണ്ടി ചുമതല കൊടുത്തത് ഈ യൂറോപ്പാ. എല്ലാ വാതിലും അടഞ്ഞു. ലോക സുവിശേഷീകരണത്തിന് ഒരിക്കലും വാതിൽ തുറക്കാൻ സാധ്യതയില്ലാത്ത ഇടത്തും ചുമൽ കൊടുത്തത് യൂറോപ്പാ. എല്ലായിടത്തും സുവിശേഷത്തിന് മങ്ങലേറ്റപ്പോഴും ആളിക്കത്തിയത് ഇവരിലൂടെയാ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ആത്മാവ് സംസാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന്റെ വലിയ പദ്ധതികളാണ്. ഞാൻ ഇന്ന് ഈ വചനം നിങ്ങളോട് ബുദ്ധിമുട്ടിയൊക്കെ പ്രസംഗിക്കുമ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുമെന്ന് ചിന്തിക്കേണ്ട. അങ്ങനെ ചിന്തിച്ചാലും അത് തെറ്റല്ല. ഇടയ്ക്ക് കുറ്റപ്പെടുത്തുന്നുണ്ട്, ചുമ്മാ എന്തിനാ കള്ളം പറയുന്നത്? ഇടയ്ക്ക് കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മനസ്സിലാകും, ഇതൊന്നും ഒരു വ്യർത്ഥ കാര്യത്തിനല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്. ഈ 21 ദിവസം ഉപവസിക്കുന്നത് വ്യർത്ഥ കാര്യത്തിനല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇന്നലെ ദൈവദാസൻ പറഞ്ഞ ദൂത് നമ്മൾ എഴുന്നേറ്റ് ആരാധിച്ച് ബലപ്പെട്ടു. ചുമ്മാ കുടഞ്ഞു കളയാനല്ല തമ്പുരാൻ പറയുന്നത്. സഭയ്ക്കൊരു നിയോഗം തരുന്നെങ്കിൽ നാളെ അത് വെളിപ്പെടും. ഞാൻ പറയാം, മറ്റ് പല സഭകൾക്കും ചെയ്യാൻ പറ്റാത്തത് നമ്മിൽ കൂടെ കർത്താവ് ചെയ്യും. എൻ്റെ സഹോദരനെ നിന്നിൽ കൂടെ ദൈവത്തിന് ചെയ്യണം. നിങ്ങളെ കർത്താവിന് വേണം. ഈ വിരൽ മാത്രം പോരാ, ഈ വിരലും ആവശ്യമുണ്ട്. ഇത് 5 ചേർന്നാൽ ഭയങ്കര പവറാ. ഇതിൽ 1 തകർന്നു പോയാൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. സ്തോത്രം. ഒരു പല്ല് പോയവനോട് ചോദിക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന്, അവൻ പറയും ബുദ്ധിമുട്ട്. സ്തോത്രം. ഞാൻ ഈ അനൗൺസ്മെന്റ് റെക്കോർഡ് ചെയ്തപ്പോൾ ഒരു വാക്കിങ്ങനെ സ്ലിപ്പ് ചെയ്തപ്പോൾ 5-6 പ്രാവശ്യം പറഞ്ഞു. അതെന്നാ സംഭവിച്ചെന്നറിയാം? എൻ്റെ വല്ലിന് ഇവിടെ ഒരു വിടവാ ഭയങ്കര, അതിനകത്തൂടെ കാറ്റ് പോകുന്നതാ. മനസ്സിലാവുന്നോ? അത് ബുദ്ധിമുട്ടാ. സ്തോത്രം. എന്നാത്തിന് എങ്ങനെ പറയുന്നറിയോ? കർത്താവ് ഈ ദൂത് തരുമ്പോൾ ഈ ദൂത് ഏറ്റെടുത്തേച്ച് നമ്മൾ ദൈവസന്നിധി സമർപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് ഈ കാലത്തിൽ ചെയ്യാനുള്ളതും വരും കാലത്തിൽ ചെയ്യാനുള്ളതും നമ്മിൽ കൂടെ ചെയ്യും. ആ മനുഷ്യൻ ചെന്ന് അടിയും കൊണ്ട് കാരാഗ്രഹത്തിൽ കിടന്നിറങ്ങി. പക്ഷേ ഹല്ലേലൂയ, സുവിശേഷം അവിടെ വിതച്ചു. രക്ഷപ്രാപിപ്പ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നു. സഭ വളർന്നു. ദൈവം അവിടെ അതിനെ പുഷ്ടിപ്പെടുത്തി. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഞെരുക്കത്തിലും കഷ്ടതയിലും പ്രതിസന്ധിയിലും കർത്താവിൻ്റെ ആലോചന കേട്ട് പണിയപ്പെടുന്നതെല്ലാം ഭാവി കാലത്തേക്ക് വേണ്ടിയാ. അത് സൂക്ഷിച്ചു പോകത്തില്ല. അതുകൊണ്ട് ഈ സഭയോട് ഞാൻ പറയുന്നു, നിങ്ങൾ ദുദാസീന, ഇന്ന് നിങ്ങൾ വന്ന് ഇതിനൊക്കെ ചിരിക്കുന്നത് ദൈവ നിയോഗത്താല, മടുപ്പിക്കുന്നത് പിശാച അല്ല, ദൈവമല്ല. ഇന്ന് ഇതിനകത്ത് നിങ്ങൾ ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങളുള്ള ദൈവാലോചനയാണ്. ഒരു കാര്യം ചെയ്യണം, കർത്താവേ മറ്റൊന്നുമില്ലെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണം. ഈ വചനം ഗ്രഹിക്കാൻ നീ കൃപ തരണം. ഈ വചനം എന്നോട് സംസാരിക്കുന്നത് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയണം. എൻ്റെ ഹൃദയത്തിൽ അടുത്ത ഈ ആണ്ട് തീരുമ്പോഴെങ്കിലും പറയണം, പേര് പറഞ്ഞിട്ട് പറയണം. അല്ലയോ, പേര് പറഞ്ഞിട്ട് പറയണം. പഠിക്കുകയല്ലോ, വലിയ ഡിഗ്രിയെ കിട്ടുമ്പോൾ പറയണം, ഇന്ന അക്സ പറയുന്നു, ഇന്ന ഡിഗ്രി ഉള്ളവൾ പറയുന്നു, ഇന്ന സൗന്ദര്യമുള്ളവൾ പറയുന്നു, ഇന്ന പാസ്റ്റർ മകൾ പറയുന്നു, പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് സംസാരിക്കുന്നു. തൻ്റെ ഇടത്തോടെ പറയണം, പറയാൻ പറ്റണം. അല്ലാതെ ബാക്കിയെല്ലാം പൊക്കി പിടിക്കാൻ നമുക്കുണ്ട്. ഇത് മാത്രമല്ല ഇല്ലാതുള്ളോ. പൊക്കി പിടിച്ചിട്ട് അവസാനം പറയണം, എന്നിൽ കൂടി ആത്മാവ് സംസാരിക്കുന്നു, ആത്മാവിൽ സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഇത് കൊതിക്കുന്ന എത്ര പേരെ ഈ സഭയ്ക്കകത്തുള്ളേ? സ്തോത്രം. അവരിന്ന് കൈ ഉയർത്തിയേ. അങ്ങനെ കൊതിയുള്ളവർ, ആത്മാവിൽ സംസാരിക്കുമെന്ന് കൊതിയുള്ളവർ. സ്തോത്രം. അതുകൊണ്ട് എത്രയോ എണ്ണം കണ്ട കൈ ഉയർത്താതിരിക്കുന്നത്. അങ്ങനെ ഒരു കൊതിയേ ഞങ്ങൾക്കില്ല. ആത്മാവിൻ്റെ സാന്നിധ്യമേ ഞങ്ങൾക്ക് വേണ്ട. സ്തോത്രം. എങ്കിലും സത്യസന്ധമായിട്ട് നിങ്ങൾ പ്രതികരിക്കുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവ് നമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് ഹല്ലേലൂയ അസാധാരണമാണ്. അതെല്ലാവർക്കും ഹല്ലേലൂയ ആവശ്യം വരത്തുമില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഈ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അടുത്ത ഹല്ലേലൂയ പേജുകൾ നമുക്ക് പിന്നെ ചിന്തിക്കാം. ഞാൻ നിർത്തുക. സ്തോത്രം. ഒരു കാര്യം ഉറപ്പാ, ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്നോടും നിന്നോടും കൂടെ ഇരുന്നാൽ നമ്മൾ ഹല്ലേലൂയ ചരിത്രമായി മാറും.
അസാധാരണമായ വ്യക്തിത്വത്തിനുടമകളാകും. അസാധാരണ ശുശ്രൂഷകൾ നമ്മുടെ മേൽ ഇറങ്ങി വരും. സ്തോത്രം. ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ തുറന്ന മനസ്സോടെ ഞാൻ പറയാം, ഈ സന്ദേശം കേട്ടു, ശാന്തമായിട്ട് കേട്ടു, സ്തോത്രം. പക്ഷേ എനിക്കിതിൻ്റെ അകത്ത് പറഞ്ഞതുപോലെ എന്നിൽ പരിശുദ്ധാത്മാവ് വേണം, എൻ്റെ നാവിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമെന്ന്. ആമേൻ, ഹല്ലേലൂയ. അസാധാരണമായ ആശ, അസാധാരണമായ വിശ്വാസം, അസാധാരണമായ ഒരുക്കം, അങ്ങനെ ഒരു പ്രാർത്ഥന എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മുമ്പിലേക്ക് വന്നാൽ ഞാൻ പ്രാർത്ഥിക്കും.